ഒരുപാട് പ്രയാസങ്ങൾ അഭിമുഖീകരിക്കുന്ന ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും ഒക്കെ നമ്മുടെ സഹോദരിമാർ അവരുടെ എല്ലാ പ്രയാസങ്ങളും അല്ലാഹു ദൂരീകരിച്ചു കൊടുക്കുവാനാണ്. വളരെ ബർക്കത്തോടു കൂടിയ ഒരു തുടക്കം എന്ന് പറയുന്ന സ്വഭാവത്തിൽ ജന്നത്തുൽ ടീച്ചറുടെ ഒരു ആമുഖം നമ്മൾ കേട്ടു. ഒരു പക്ഷേ നമ്മളൊക്കെ കഴിഞ്ഞ വർഷങ്ങളിൽ പഠനവേദികളിൽ കാണുന്ന മുഖങ്ങൾ ഈ വർഷം നമുക്ക് കാണാൻ കഴിയുന്നില്ല എന്നത് യാഥാർത്ഥ്യമാണ്. റമദാൻ കടന്നു പോകുന്നതോടെ എല്ലാ വർഷവും റമദാൻ കടന്നു പോകുന്നത് പോലെ ഒരു ദിവസം നമ്മളും ഈ ഭൂമിയിൽ നിന്നും കടന്നു പോകേണ്ടവരാണ് എന്ന വലിയൊരു സന്ദേശം കൂടി റമദാൻ നമുക്ക് പകർന്നു നൽകുന്നുണ്ട് എന്നതാണ്. സത്യവിശ്വാസി ജീവിക്കുന്ന ഖുർആൻ എന്നതാണ് എൻ്റെ തലക്കെട്ട്. ഇറാഖില് ചെരുപ്പ് തുന്നിയായിട്ടുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് അഹ്മദ് അഷ്ഫാഖ് എന്നതാണ്. ഒരുപാട് വർഷം കാത്തിരുന്ന് നുള്ളിപ്പെറുക്കി അദ്ദേഹം ശേഖരിച്ച പണം കൊണ്ട് അദ്ദേഹം ഹജ്ജിന് പോകാൻ തീരുമാനിച്ചു. ഒരുപാട് വർഷത്തെ അധ്വാനവും സ്വപ്നവുമായി അങ്ങനെ അദ്ദേഹത്തിന്റെ യാത്ര, മക്കയിലേക്കുള്ള പ്രയാണം യാഥാർത്ഥ്യമാകാൻ ഇരിക്കെ ഒരു ദിവസം അദ്ദേഹത്തിന്റെ അടുത്തേക്ക് അദ്ദേഹത്തിന്റെ കൊച്ചുമകൻ കരഞ്ഞുകൊണ്ട് ഓടി വന്നു. അപ്പൊ കുട്ടി കരഞ്ഞിട്ട് വീട്ടിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ചോദിക്കും, മോനെ എന്തിനാണ് കരയുന്നത് എന്ന്. ആ കുട്ടി അങ്ങനെ കരഞ്ഞിട്ട് വാപ്പയോട്, അഹമ്മദ് അഷ്ഫാഖായ ഈ ചെരുപ്പ് തുന്നിയായ പിതാവിനോട് അദ്ദേഹം ആ കുട്ടിയുടെ വിഷമം പറയാം. എന്താണെന്ന് വിഷമം എന്ന് പറഞ്ഞാൽ, അയൽ വീട്ടിൽ ഞാൻ കളിക്കാൻ പോയതായിരുന്നു. അവരവിടെ ആട്ടിൻ മാംസം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു കഷ്ണം ഇറച്ചി ചോദിച്ചിട്ട് പോലും എൻ്റെ അയൽവാസികൾ, എനിക്ക് പ്രിയപ്പെട്ട ആളുകൾ എനിക്ക് അതിൽ നിന്നൊരു കഷ്ണം പോലും തന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് കുട്ടി എന്ത് ചെയ്യുന്നത്, കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ കുട്ടിയെ ആശ്വസിപ്പിച്ചിട്ട് അഹമ്മദ് അഷ്ഫാഖ്, അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ടവരായിരുന്നു ആ അയൽവാസികൾ, ആ അയൽവാസികളോട് ചോദിക്കുകയാണ്, എന്താണ് എൻ്റെ കുട്ടി വന്നിട്ട് ഒരു കഷ്ണം മാംസം ചോദിച്ചപ്പോൾ നിങ്ങൾ കൊടുക്കാതിരുന്നത്? അപ്പോൾ ഇത് കേട്ട് അവിടെ ഒരു ഉമ്മ, അവരുടെ കണ്ണ് നിറയാൻ, അവർ കരയാനിങ്ങനെ തുടങ്ങിയ സമയത്തിട്ട് എന്നിട്ട് അവര് അഹമ്മദ് അഷ്ഫാഖിനോട് പറയുന്നത്, ആ മാംസം നിങ്ങൾക്ക് കഴിക്കാൻ പാടില്ല, കഴിക്കാൻ പറ്റില്ല, ആ മാംസം നിങ്ങൾക്ക് കഴിക്കാൻ പറ്റില്ല. വിശന്ന് പൊരിഞ്ഞ് പ്രയാസത്തിലായിരിക്കുന്ന സമയത്ത് വഴിയരികിൽ ഒരു ചത്ത ആടിന്റെ മാംസം ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു 2 ദിവസം മുമ്പ്. ആ മാംസമാണ് ഞങ്ങൾ എന്ത് ചെയ്യുന്നത്, ഈ 2 ദിവസമായിട്ട് ആഹരിച്ചു കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ഈ ആഹാരം കഴിക്കുന്നത്, ഈ ചത്ത ആടിന്റെ മാംസം വേവിച്ച് ആഹരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് നിങ്ങളുടെ കൊച്ചുമകൻ ഞങ്ങളുടെ വീട്ടിലേക്ക് ഓടി കയറി വരുന്നത്. ആ കുട്ടിക്ക് ആഹാരം കൊടുക്കാൻ കഴിയാത്തതിൽ വലിയ മാനസിക പ്രയാസം ഞങ്ങൾക്കുണ്ട്. പക്ഷെ ശറഈപരമായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ മതപരമായിട്ട് അറുത്തത് മാത്രം കഴിക്കുന്നവരാണല്ലോ നിങ്ങൾ. അതുകൊണ്ട് ആ മാംസം കൊടുക്കാൻ ഞങ്ങൾക്ക് മനസ്സ് വന്നില്ല. അത് ചത്തൊരാടിന്റെ മാംസമായിരുന്നു, ഞങ്ങളോട് പൊറുക്കണം എന്ന് അഹമ്മദ് അഷ്ഫാഖിനോട് ഈ ഉമ്മ വിഷമിച്ചുകൊണ്ട് പറയുകയാണ്. ആ സന്ദർഭത്തിൽ ഹജ്ജിന് പോകാൻ വേണ്ടി ഇത്രയും വർഷം അദ്ദേഹം സ്വരുക്കൂട്ടി വെച്ചിട്ടുള്ള ധനം മുഴുവൻ ആ അയൽവാസികൾക്ക് ഈ മനുഷ്യൻ ദാനം കൊടുക്കുകയാണ്. ഇദ്ദേഹം ഹജ്ജിന് പോകുന്ന കാര്യവും ഇദ്ദേഹത്തിന്റെ സ്വപ്നത്തെ കുറിച്ചൊക്കെ വളരെ ധാരണയുണ്ടായിരുന്ന ആ ഉമ്മ അഷ്ഫാഖിനോട് പറയുകയാണ്, സഹോദര, നിങ്ങൾ മക്കയിലേക്ക് എത്ര വലിയ ആഗ്രഹത്തോടു കൂടി, മക്ക എന്ന് പറയുന്ന സ്വപ്നം എത്ര വലുതാണ് എന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് താങ്കൾ ഒരിക്കലും ഇത് ചെയ്യരുത്, താങ്കൾ യാത്ര പോകണം ആ പണം ഉപയോഗിച്ചുകൊണ്ട് എന്ന് പറയുകയാണ്.
അപ്പൊ അഹ്മദ് അഷ്വാഖ് പറയുന്ന ഒരു വർത്തമാനമുണ്ട്. അദ്ദേഹം പറയുകയാണ്, അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ മക്കയിലേക്ക് വിശുദ്ധ യാത്ര നടത്തുന്നതല്ല ഞങ്ങളുടെ റബ്ബിന് ഏറ്റവും ഇഷ്ടം. ഞങ്ങളുടെ അയൽക്കാരൻ പട്ടിണി കിടക്കുമ്പോൾ ആ അയൽക്കാരന്റെ പട്ടിണി മാറ്റാൻ വേണ്ടി എൻ്റെ സമ്പത്ത് ചെലവഴിക്കുന്നതാണ് ഞങ്ങളുടെ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമെന്ന് ആ അയൽവാസിയായ സ്ത്രീയോട് അഹ്മദ് അഷ്ഫാഖ് പറയുകയാണ്. എന്നിട്ട് ആ ധനം മുഴുവൻ അവർക്ക് നൽകിയിട്ട് ആ മനുഷ്യൻ അദ്ദേഹത്തിന്റെ യാത്ര വേണ്ട എന്ന് വെച്ചു എന്നതാണ്. അദ്ദേഹം പറയുന്നൊരു വാചകമുണ്ട്, ഇതിനേക്കാളും മഹത്തരമായ ഒരു കർമ്മം, ഹജ്ജിനേക്കാളും മഹത്തരമായ ഒരു കർമ്മം ഞാൻ ഇനി ചെയ്തിട്ടുണ്ടോ എന്നെനിക്ക് സംശയമാണ് എന്ന് അഹ്മദ് അഷ്ഫാഖ് പറഞ്ഞിട്ടാണ് ആ സംഭവം അവിടെ അവസാനിക്കുന്നത്. ഞാൻ എന്തുകൊണ്ടാണ് ആമുഖത്തിൽ ഇങ്ങനെയൊരു സംഭവം ഉദ്ധരിച്ചുകൊണ്ട് എൻ്റെ ഈ ക്ലാസ് തുടങ്ങുന്നത് എന്ന് ചോദിച്ചാൽ, വിശുദ്ധ ഖുർആനിന്റെ മാസമാണ് വിശുദ്ധ റമദാൻ എന്ന് പറഞ്ഞാൽ. ഈ റമദാൻ മാസത്തിൽ വിശുദ്ധ ഖുർആന്റെ വക്താക്കളാകുക എന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഒന്നാമത്തെ ബാധ്യതയായിട്ട് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. സത്യവിശ്വാസി ജീവിക്കുന്ന ഖുർആൻ എന്ന് കേൾക്കുമ്പോൾ ആ ഖുർആനായിട്ട് ജീവിക്കുന്ന മനുഷ്യന്മാരായിട്ട് നമ്മൾ ഓരോരുത്തരും മാറണം എന്ന് തന്നെയാണ് ആ വിഷയം നമ്മളെ കൃത്യമായിട്ട് പഠിപ്പിക്കുന്നത്. ഒരുപക്ഷെ നമ്മളൊന്ന് ചില കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇബാദത്തി മേഖലകളിൽ വളരെ വലിയ മുന്നേറ്റം നടത്തുകയും ജനങ്ങൾക്ക് നമ്മളെ അനുഭവിക്കാൻ കഴിയാതിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് എത്ര അപകടകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് എന്ന് ചിന്തിക്കുക. നമ്മൾ ഖുർആൻ അനുസരിച്ചു കൊണ്ടൊക്കെ ജീവിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. പക്ഷെ അതേ അവസരത്തിൽ നമ്മൾ സമൂഹത്തിൽ ഇറങ്ങിച്ചെന്ന് ജനങ്ങൾക്ക് നമ്മളുടെ മണമോ അല്ലെങ്കിൽ നമ്മുടെ ആസ്വാദതയോ ഒന്നും അനുഭവപ്പെടാതെ നമ്മളൊരു വരണ്ട മനുഷ്യനായിട്ട് മാറുന്നതിൽ എന്ത് അർത്ഥമാണുള്ളത്? നമ്മൾ ഒരുപാട് പാഠങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ലളിതമായിട്ട് പറയുകയാണെങ്കിൽ രാത്രി തഹജ്ജുദ് എഴുന്നേറ്റ് നമസ്കരിക്കുന്ന ആളുകളായിരിക്കും നമ്മൾ ഉറക്കം ഒഴിവാക്കിയിട്ട് രാത്രി തഹജ്ജുദ് നമസ്കരിക്കുന്ന ആളുകളായിരിക്കും. പക്ഷെ അതേ അവസരത്തിൽ അയൽവാസികളുമായിട്ട് നമ്മൾ മിണ്ടുകയോ അവരുമായിട്ടുള്ള ബന്ധം പൂർത്തീകരിക്കുകയോ ചെയ്യുകയില്ല. ഇതേ നമ്മൾ തന്നെ എന്ത് ചെയ്യും എന്ന് പറഞ്ഞാൽ, വിശുദ്ധ ഖുർആൻ ഇമാം അബൂ ഹനീഫയെ പോലെയൊക്കെ മാസത്തിൽ അദ്ദേഹം 7000 തവണ അദ്ദേഹത്തിന്റെ ആയുസ്സിൽ ഖുർആൻ മുഴുവൻ ഓതി തീർത്തിട്ടുണ്ട് എന്നാണ് ചരിത്രം. വിശുദ്ധ ഖുർആൻ പലതവണ ആവർത്തിച്ച് പാരായണം ചെയ്ത് ഖത്മുൽ ഖുർആൻ പൂർത്തീകരിക്കുന്നുണ്ടാകും നമ്മൾ. അതേ അവസരത്തിൽ നമ്മുടെ മാതൃ സഹോദരിയുമായിട്ട് നമ്മൾ മിണ്ടിയിട്ട് വർഷങ്ങളായിട്ടുണ്ടാകും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ വിഷയം സൂചിപ്പിക്കുന്നത് പോലെ തന്നെ സത്യവിശ്വാസി എന്ന് പറയുന്നത് ജീവിക്കുന്ന ഖുർആനായിട്ട് മാറണം എന്നതാണ്. ഖുർആനെ കുറിച്ച്, അതിൻ്റെ ആഴത്തെക്കുറിച്ച്, ഖുർആന്റെ വശ്യതയെക്കുറിച്ച്, അതിൻ്റെ മനോഹാരിതയെക്കുറിച്ചൊക്കെ ഒരുപാട് കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത ആളുകളാണ് നമ്മൾ. ഈ വിഷയം സൂചിപ്പിക്കുന്നത് പോലെ ഒന്നാമത്തെ ഇതിൻ്റെ ഒരു പാഠം എന്ന് പറയുന്നത്, വിശുദ്ധ ഖുർആൻ എത്ര ആളുകളുടെ ജീവിതത്തിൽ, എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിൽ ഖുർആൻ എത്ര ആഴത്തിൽ സ്വാധീനിക്കുന്നുണ്ട് എന്ന് നമ്മൾ ആത്മപരിശോധന നടത്തണം എന്നതാണ്. മഹാനായിട്ടുള്ള മുഹമ്മദ് മർമരൂഖ് ബിക്തൽ എന്ന് പറഞ്ഞിട്ടുള്ള ലോകത്ത് തന്നെ വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു മനുഷ്യൻ, അദ്ദേഹത്തിന്റെ ചരിത്രം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അദ്ദേഹം ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായിരിക്കെ അദ്ദേഹം ഈ കൈറോവിൽ അദ്ദേഹത്തിന്റെ ഫ്ലാറ്റിന്റെ മുമ്പിൽ ഒരു ബഹളം കേൾക്കുകയാണ്. ഈ ബഹളം കേട്ടിട്ട് എന്താണ് എന്ന് അദ്ദേഹം പോയി നോക്കുമ്പോൾ വയസ്സായ ഒരു മനുഷ്യനും ഒരു ചെറുപ്പക്കാരനും തമ്മിൽ ഇങ്ങനെ വഴക്കായിക്കൊണ്ടിരിക്കുകയാണ്, ശണ്ട കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഈ ചെറുപ്പക്കാരനായ മനുഷ്യനെ ഈ വയസ്സായ മനുഷ്യൻ എന്ത് ചെയ്യാണ്, വലിയ കേട്ടാൽ അറയ്ക്കുന്ന സ്വഭാവത്തിലുള്ള ശകാരവാക്കുകൾ, തെറിയഭിഷേകം എന്നൊക്കെ പറയുന്ന സ്വഭാവത്തിൽ ഇങ്ങനെ തെറി പറയുന്നു, ഇദ്ദേഹത്തെ ആക്രമിക്കുന്നു, ഇദ്ദേഹത്തെ മർദ്ദിക്കുന്നു. ഇങ്ങനെ അല്പസമയത്തിന് ശേഷം ഈ ശണ്ടയൊക്കെ ഇങ്ങനെ ഒതുങ്ങി. ഈ വഴക്കൊക്കെ അവസാനിച്ചതിന് ശേഷം ഈ ചെറുപ്പക്കാരനായിട്ടുള്ള ഈ സുഹൃത്തിനോട്, ഈ വയസ്സായ ആളും ചെറുപ്പക്കാരനും തമ്മിലാണല്ലോ ഈ വഴക്ക് നടക്കുന്നത്. ഈ ചെറുപ്പക്കാരന്റെ അടുത്ത് പോയിട്ട് ഈ മുഹമ്മദ് മർമരൂഖ് ബിക്തൽ എന്ന് പറഞ്ഞ മനുഷ്യൻ ചോദിക്കുകയാണ്, അല്ലയോ സഹോദര, നീ തണ്ടും തടിയുള്ള ഒരു ചെറുപ്പക്കാരനല്ലേ?
നിന്നെ കയ്യേറ്റം ചെയ്യുമ്പോൾ, നിന്നെ മർദ്ദിക്കുമ്പോൾ, നിന്നെ ശാപവാക്കുകളും ശകാരവാക്കുകളും കൊണ്ട് നിന്നെ മൂടുന്ന വേളയിൽ തിരിച്ചൊന്നും ഉരിയാടാതെ, ഒന്നും നീ പറയാതെ, ഒന്നും പ്രതികരിക്കാതെ മൗനിയായിട്ട് നീ നിൽക്കുന്നത് ഞാൻ കണ്ടല്ലോ. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്? ആ മനുഷ്യൻ താങ്കളെ തല്ലുമ്പോൾ ഒന്ന് രണ്ട് തല്ലെങ്കിലും തിരിച്ചു കൊടുത്തൂടെ? സ്വാഭാവികമായിട്ടും ചോദിക്കുന്നൊരു ചോദ്യമാണ്. ആ മനുഷ്യൻ ഇങ്ങനെ ആക്രമിക്കുമ്പോൾ ഒന്ന് രണ്ട് തല്ലെങ്കിലും തിരിച്ചു തല്ലിക്കൂടെ എന്ന് ഈ മുഹമ്മദ് മർമജുക് പിക്തൽ ആ ചെറുപ്പക്കാരനോട് പറയുകയാണ്. അപ്പൊ ആ ചെറുപ്പക്കാരൻ ഇദ്ദേഹത്തെ ആകർഷിക്കുന്ന ഒരു മറുപടി നൽകി എന്നാണ് ഇദ്ദേഹത്തിന്റെ അനുഭവത്തിൽ പറയുന്നത്. എന്താണ് ആ മറുപടി എന്ന് ചോദിച്ചാൽ, ഈ വയസ്സായ മനുഷ്യൻ, എന്നെ ശകാരിച്ച, എന്നെ തല്ലിയ, എന്നെ ദ്രോഹിക്കുന്നതായിട്ട് താങ്കൾ ദർശിച്ച ഈ മനുഷ്യൻ, അദ്ദേഹത്തിന് ഒരല്പം പണം ഞാൻ കടം കൊടുക്കാനുണ്ടായിരുന്നു. അദ്ദേഹം എനിക്ക് കടം നൽകിയിരുന്നു. ഇന്നലെയായിരുന്നു അതിന്റെ അവസാന തീയതി. എനിക്ക് അദ്ദേഹത്തിന് ആ പണം തിരിച്ചു നൽകാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള രീതിയിൽ പ്രതികരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ അത് മടക്കി നൽകുന്നതിന്റെ അവസാന ദിവസമായിരുന്നു. അത് മടക്കി നൽകാൻ കഴിഞ്ഞില്ല എന്നുള്ള ഒരു തെറ്റ് ഞാൻ നേരത്തെ തന്നെ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയൊരു തെറ്റ് ചെയ്തിരിക്കെ വീണ്ടും ആ മനുഷ്യനെ ഞാൻ തിരിച്ച് കയ്യേറ്റം ചെയ്യാൻ വേണ്ടി തുടങ്ങിക്കഴിഞ്ഞാൽ മറ്റൊരു തിന്മ കൂടി ഞാൻ ചെയ്യുകയല്ലേ ചെയ്യുന്നത്? യഥാർത്ഥത്തിൽ കടം വാങ്ങിക്കഴിഞ്ഞാൽ തിരിച്ചു കൊടുക്കണമെന്ന് എൻ്റെ മതം, എൻ്റെ ദീന്, എൻ്റെ ജീവിത പദ്ധതി എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ കടം തിരിച്ചു കൊടുക്കണം, സമയത്തിന് തന്നെ തിരിച്ചു കൊടുക്കണം എന്ന് എൻ്റെ ദീനിന്റെ അനുശാസനം ഉണ്ടായിരിക്കെ, അത് പൂർത്തീകരിക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിരിക്കെ വീണ്ടും ആ മനുഷ്യനോട് ഞാൻ കയ്യേറ്റം നടത്തി കഴിഞ്ഞാൽ ഞാൻ വീണ്ടും ഒരു പാപിയായിട്ട് മാറുകയല്ലേ ചെയ്യുന്നത്? അതുകൊണ്ടാണ് ഞാൻ മൗനിയായത് എന്ന് ആ ചെറുപ്പക്കാരൻ, തണ്ടും തടിയും കരുത്തും ആരോഗ്യവും ഒക്കെയുള്ള ആ മനുഷ്യൻ, ആ ചെറുപ്പക്കാരന്റെ മറുപടി കേട്ടിട്ടാണ് മുഹമ്മദ് മർമജുക് പിക്തളിന്റെ മനസ്സിൽ ഒരു വെളിച്ചമുണ്ടാകുന്നത്. പിന്നീട് അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്ന കാഴ്ചയൊക്കെ, അദ്ദേഹം ഖുർആൻ പഠിച്ച് ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന കാഴ്ചയൊക്കെ നമ്മൾ കാണുന്നുണ്ട് എന്ന് കാണാം. അപ്പൊ നമ്മളിലൂടെ ഇസ്ലാമിന്റെ, ദീനിന്റെ വെളിച്ചം, പ്രകാശം മറ്റുള്ളവർക്ക് അനുഭവിക്കാൻ കഴിയണം എന്നതാണ്. നമ്മൾ ലോകത്ത് ഇസ്ലാം എങ്ങനെയാ പ്രചരിച്ചത് എന്നൊക്കെ നമ്മളിങ്ങനെ ചരിത്രം അങ്ങനെ പറയും. ഈ ഖുർആൻ എങ്ങനെയാണ് ജനങ്ങൾക്ക് ഇങ്ങനെ അനുഭവവേദ്യമായത്? ഈ ഖുർആൻ വായിക്കുകയും പഠിക്കുകയും ചെയ്തിട്ടാണോ ലോകത്ത് ഇത്രയും ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുള്ളത്? നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളെ അനുഭവിക്കാൻ കഴിയുന്നതിലൂടെ നമ്മളൊന്നും പറയാതെ തന്നെ, നമ്മൾ ആളുകൾക്ക് ഈ കാര്യങ്ങളൊന്നും വിശദീകരിച്ചു കൊടുക്കാതെ തന്നെ നമ്മളിലൂടെ ഈ ഇസ്ലാമിനെ തിരിച്ചറിഞ്ഞ് ഈ ഖുർആന്റെ വശ്യത മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ചുറ്റുമുള്ള ആളുകൾക്ക് നമ്മളെ തിരിച്ചറിഞ്ഞ് ഈ ഇസ്ലാമിലേക്ക് കടന്നു വരാൻ കഴിയും എന്നതാണ്. നമ്മളൊരു കാര്യം ചിന്തിക്കുക, ഖുർആൻ എന്ന് പറയുന്നത് ഒരു പക്ഷേ മറ്റ് ഗ്രന്ഥങ്ങൾ പോലെ നമ്മൾ സമീപിക്കേണ്ട ഒരു ഗ്രന്ഥമേയല്ല. മറ്റ് ഗ്രന്ഥങ്ങളെ സമീപിക്കുന്ന സ്വഭാവത്തിലല്ല നമ്മൾ ഖുർആനെ സമീപിക്കാറുമുള്ളത്. ഒരുപക്ഷെ ഖുർആന്റെ ഒരു ആയത്ത് കൊണ്ട് വലിയ പരിവർത്തനങ്ങൾ ചരിത്രത്തിൽ സംഭവിച്ചിട്ടുണ്ട്. ഒരൊറ്റ ആയത്ത് കൊണ്ട്. ഖാദി ഫുളൈൽ ഇബ്നു ഇയാദ് എന്ന് പറഞ്ഞിട്ടുള്ള മഹാനായിട്ടുള്ള ഒരു മനുഷ്യന്റെ ചരിത്രം നിങ്ങൾ വായിക്കണം. ഖാദി ഫുളൈൽ ഇബ്നു ഇയാദ് ഒരുപക്ഷെ അറേബ്യൻ മണ്ണിനെ കിടുകിടാ വിറപ്പിച്ചിരുന്ന ഒരു തസ്കരൻ, ഒരു കള്ളനായിരുന്നു. ആര്? ഈ ഖാദി ഫുളൈൽ ഇബ്നു ഇയാദ്. ഇദ്ദേഹം ഖാദി ഫുളൈൽ ഇബ്നു ഇയാദ് ആയതിന്റെ ചരിത്രം വിശദീകരിക്കപ്പെടുന്നുണ്ട്. ഇദ്ദേഹത്തിനുണ്ടായ പരിവർത്തനം. അദ്ദേഹം ഒരു വീട്ടിൽ കയറിയിട്ട് അദ്ദേഹം വീട്ടിലെ മുതലുകൾ മുഴുവൻ ഇങ്ങനെ കൊള്ളയടിച്ചു. ആ മുതലുകൾ മുഴുവൻ കൊള്ളയടിച്ച് അദ്ദേഹം എന്ത് ചെയ്യാണ്, വലിയ ഭാണ്ഡക്കെട്ടുകളിലാക്കി തിരിച്ച് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ഇങ്ങനെ വരികയാണ്. അങ്ങനെ ഈ ഭാണ്ഡക്കെട്ടുകൾ, മോഷ്ടിച്ച ഭാണ്ഡക്കെട്ടുകളുമായിട്ട് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് തിരിച്ചു വരുന്ന വേളയിലാണ് ഒരു അരണ്ട വെളിച്ചത്തിൽ ഒരു ചെറിയ പെൺകുട്ടി വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നത്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹദീദിൽ ഒരു ആയത്താണ്. അലം യഅനി ലില്ലദീന ആമനു അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. നമ്മളെല്ലാവരും പഠിച്ച ഒരു ആയത്തായിരിക്കും. അതായത് ദൈവസ്മരണയോടുകൂടി ഹൃദയം വിറപൂണ്ടുകൊണ്ട് അള്ളാഹുവിലേക്ക് മടങ്ങാൻ സമയമായിട്ടില്ലേ എന്നാണ് ആ ആയത്തിന്റെ ആശയം. അലം യഅനി ലില്ലദീന ആമനു അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. ഈ ആയത്ത് കേട്ട് ഒരുപക്ഷെ അറേബ്യയിലെ കച്ചവടക്കാരുടെയൊക്കെ പേടി സ്വപ്നമായിരുന്നു ഈ മനുഷ്യൻ. ഈ കച്ചവടക്കാരിങ്ങനെ പോകുമ്പോൾ, അവരുടെ പാതയങ്ങൾ ഒരുക്കി അവരുടെ കച്ചവട സാധനങ്ങളുമായിട്ട് ഇങ്ങനെ യാത്ര പോകുമ്പോൾ
അവര് പരസ്പരം ഉപദേശിക്കാറുണ്ടായിരുന്ന ഉപദേശം എന്ന് പറയുന്നത്, അവിടെ ഒരു കള്ളനുണ്ട്, അവിടെ ഒരു തസ്കരനുണ്ട്, അവന്റെ കയ്യിൽ പെടാതെ സൂക്ഷിക്കണം എന്നതാണ്. ഇത്രയും ഭീകരനായിട്ടുള്ള ഒരു മനുഷ്യനാണ്. ഈ മനുഷ്യനാണ് ഈ ആയത്ത് കേട്ടിട്ട് ഇദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ആ പാണ്ടക്കെട്ട് താഴെ വീണു എന്നാണ് ചരിത്രം പഠിപ്പിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുന്നത്, ബലാ യാ റബ്ബ്, ബലാ യാ റബ്ബ്, അള്ളാഹുവെ ഞാനിതാ ഉത്തരം നൽകിയിരിക്കുന്നു, ഞാനിതാ ഉത്തരം ചെയ്തിരിക്കുന്നു, നിന്നിലേക്ക് മടങ്ങാൻ എനിക്കിതാ സമയമായിരിക്കുന്നു എന്ന് പറഞ്ഞ് ഖാദി ഫുളൈൽ ഇബ്നു ഇയാദ് അദ്ദേഹം എന്ത് ചെയ്യുകയാണ്? അദ്ദേഹത്തിന് അദ്ദേഹത്തിന് പരിവർത്തനം ഉണ്ടാകുകയാണ്. ജീവിതത്തിൽ വലിയ വെളിച്ചമുണ്ടായി എന്നതാണ്. ചരിത്രത്തിൽ പിന്നീട് അദ്ദേഹത്തെ കാണുന്നത് വലിയ ഖുർആൻ പണ്ഡിതനായിട്ടാണ്. ഒരുപാട് ശിഷ്യന്മാരുള്ള ലോകത്തിലെ തന്നെ അറിയപ്പെടുന്ന പണ്ഡിതനായിട്ട് ഖാദി ഫുളൈൽ ഇബ്നു ഇയാദ് മാറി. അദ്ദേഹത്തിനുള്ള ഒറ്റ കാരണം എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആനിലെ ഒരൊറ്റ ആയത്താണ് എന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയണം. ആയതുകൊണ്ട് തന്നെ നമ്മൾ സമീപിക്കുന്ന ഖുർആന്, ആ ഖുർആന്റെ ആഴത്തെ എങ്ങനെ തിരിച്ചറിയാം എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാകും. ഖുർആന്റെ പഠനത്തിലൂടെയാണ് ഖുർആന്റെ ആഴങ്ങളിലേക്ക് ഒരാൾക്ക് സഞ്ചരിക്കാൻ വേണ്ടി കഴിയുക. ഒരു പക്ഷേ കേവലമായിട്ട് പാരായണത്തിലൂടെ പുണ്യം കിട്ടുമെന്ന് പറഞ്ഞ ലോകത്തിലെ ഏക ഗ്രന്ഥമേതാ? അത് വിശുദ്ധ ഖുർആൻ മാത്രമാണ്. മറ്റ് ഗ്രന്ഥങ്ങളെ സമീപിക്കുന്നത് പോലെ ഖുർആനെ സമീപിക്കരുത് എന്ന് നമ്മൾ പറഞ്ഞു. നമ്മൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കേണ്ടത് ഖുർആൻ വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് എത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്നതാണ്. നമ്മളിപ്പോൾ കേരളത്തിൽ ഒരിക്കലും കേൾക്കാൻ ആഗ്രഹിക്കാത്ത സ്വഭാവത്തിലുള്ള വാർത്തകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും അവസാനം കേട്ട വാർത്ത ഏതാ? നമ്മൾ ഏറ്റവും അവസാനം കേട്ട വാർത്ത ഏതാണ്? പറയാൻ പറ്റുമോ? കുറേ ദിവസം എക്സ്ക്ലൂസീവായിട്ട് ഇങ്ങനെ മീഡിയകളിലൂടെയൊക്കെ ഇങ്ങനെ സഞ്ചരിച്ച് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും അല്ലേ അതിലൊക്കെ സജീവമായിട്ടുള്ള നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ വാർത്ത ശ്രദ്ധിക്കപ്പെടാതെ പോകാൻ യാതൊരുവിധ സാധ്യതയുമില്ല. ഏത് സംഭവമായിരിക്കും? വെഞ്ഞാറമൂട് അല്ലേ? ആ വെഞ്ഞാറമൂട് 23 വയസ്സുകാരനായിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, ആ കുട്ടി നമ്മുടെ വീട്ടിലേക്ക് ഒരു കുട്ടിയാണ് എന്ന് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുക. തിരുവനന്തപുരത്ത് ഏതോ ഒരു ഉമ്മ അല്ലേ, നമ്മുടെ മനസ്സലിയിപ്പിക്കുന്ന പല വർത്തമാനങ്ങളും. ഉമ്മ ആശുപത്രി കിടക്കയിൽ പോലും പറഞ്ഞത് ഞാൻ കട്ടിലിൽ നിന്ന് വീണു എന്നാണ്. ഉമ്മയുടെ ഒരു സ്നേഹമാണത്. ആ കുട്ടി നമ്മുടെ നാട്ടുകാരനോ നമ്മുടെ ഏതെങ്കിലും കുടുംബത്തിലുള്ള ഒരു കുട്ടിയോ ആയിരുന്നെങ്കിൽ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുക. നമ്മുടെ കുട്ടികൾക്ക് എങ്ങനെയാണ് ശിക്ഷണം കൊടുക്കേണ്ടത് എന്ന കാര്യത്തിൽ ഇപ്പോഴും ധാരണയില്ലാത്ത ആളുകളായിട്ട് നമ്മൾ മാറിപ്പോകുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കുക. ഒരു പക്ഷേ ഞാൻ ആ വിഷയത്തെ മനസ്സിലാക്കുന്നത് എന്താണ്, അടുക്കും ചിട്ടയില്ലാത്ത സാമ്പത്തികമായിട്ടുള്ള രീതികളാണ്. ഈ മദ്യം ആ വിഷയങ്ങളൊക്കെ വിട്ടിട്ട് അടുക്കും ചിട്ടയില്ലാത്ത തർബിയത്ത് എന്ന് പറഞ്ഞാൽ എല്ലാ മേഖലയിലും വേണം. തർബിയത്ത് എന്ന് പറഞ്ഞാൽ എല്ലാ മേഖലയിലും വേണം. അത് സാമ്പത്തിക രംഗത്തും വേണം. മാതാപിതാക്കൾക്ക് അത് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മക്കളുടെ കാര്യത്തിലും അത് വട്ടപൂജയായിരിക്കും. ഞാൻ ആ വിഷയങ്ങളിലേക്കല്ല പോകുന്നത്. ഞാൻ പറയുന്നത് നമ്മുടെ കുട്ടികൾക്ക് എങ്ങനെ തർബിയത്ത് കൊടുക്കണം, എന്തുകൊണ്ട് തർബിയത്ത് കൊടുക്കും. നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ വീടുകളിലൊക്കെ ഇതിന്റെ പ്രതിനിധാനങ്ങളും ഒക്കെ ഉണ്ട്. നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഇന്നത് വെഞ്ഞാറമൂടാണെങ്കിൽ നാളെ താരത്തൂരാണ് ഇത് സംഭവിക്കാനുള്ളത്. നമ്മളത് ചിന്തിക്കണം. നമ്മുടെ കുട്ടികൾ എങ്ങനെയാ തർബിയത്ത് കൊടുക്കുക? എന്തുകൊണ്ടാണ് തർബിയത്ത് കൊടുക്കുക? ആയിരക്കണക്കിന് രൂപ കൊടുത്തിട്ട് പല കോഴ്സുകളിലേക്ക് നമ്മുടെ കുട്ടികളെ പറഞ്ഞയക്കുന്നുണ്ട്. പക്ഷെ ശാശ്വതമായിട്ട് ഒരുപക്ഷെ നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കെ അല്ലെങ്കിൽ നമ്മൾ മരണപ്പെട്ടതിന് ശേഷവും നമുക്ക് സമാധാനം ലഭിക്കുന്ന, നമുക്ക് പ്രാർത്ഥന നൽകുന്ന മക്കളായിട്ട് അവരെ വളർത്തിയെടുക്കുന്നത് എന്തുകൊണ്ടാണ്? വിശുദ്ധ ഖുർആൻ കൊണ്ട് മാത്രമാണ്. സത്യവിശ്വാസി ജീവിക്കുന്ന ഖുർആൻ ആകണമെങ്കിൽ ചെറുപ്രായത്തിൽ ഈ മുളയിലറിയാം വിള അല്ലെ, ഇങ്ങനെ വളർന്നു വരുമ്പോൾ ഉണ്ണിയെ കണ്ടാലറിയാം ഊരിലെ പന്നെന്നൊക്കെ നമ്മളിങ്ങനെ പറയാറുണ്ട്. ഓരോ കുട്ടിയെ വളർന്നു വരുന്ന സാഹചര്യത്തിൽ തന്നെ ഖുർആൻ അനുസരിച്ചുകൊണ്ട് തർബിയത്ത് കൊടുക്കാൻ നമുക്ക് കഴിയണം എന്നതാണ്. അതിൽ മാതാക്കൾക്കാണ് അതിൽ ഏറ്റവും വലിയ പങ്ക്. അതിൽ ഏറ്റവും സിംഹഭാഗവും അതിൽ വലിയൊരു പങ്കുള്ളത് മാതാക്കൾക്കാണ് എന്ന് നമ്മൾ ചിന്തിക്കുക. വലിയ അസുരകാലം എന്നൊക്കെ നമ്മൾ പറയുന്ന സ്വഭാവത്തിലാണ് ഈ കാലഘട്ടം പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സോഷ്യൽ മീഡിയയിലാണ് നമ്മുടെ മക്കൾ മുഴുവൻ. അതുകൊണ്ട് അവരുടെ ജീവിത രീതിയൊക്കെ മാറിപ്പോയി. രാത്രി മൊത്തം പകലും മൊത്തം രാത്രിയാണ്. രാത്രി 9:30 ഉറങ്ങുന്ന കുട്ടികൾ ഇന്ന് അത്ഭുതമാണ്. 9:30-10 മണിക്ക് ഉറങ്ങുന്ന കുട്ടികൾ ഇന്ന് അത്ഭുതമാണ്. ഞാൻ പറയുന്നത് ഈ സോഷ്യൽ മീഡിയ കാലഘട്ടത്തിൽ അത് അവർ ഉപയോഗിക്കുന്നത് നിങ്ങൾ വിലക്കണം എന്നല്ല ഞാൻ പറയുന്നത്. മൊബൈൽ ഉപയോഗം അത് നടക്കില്ല.
നിങ്ങൾ കുട്ടികളെ കൊണ്ട് മൊബൈൽ ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞാൽ അത് നടക്കില്ല, അത് ഇമ്പോസിബിളാണ്. പക്ഷെ അതേ അവസരത്തിൽ നിങ്ങൾക്കത് നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് സാധിക്കും എന്നതാണ്. ഖുർആൻ കൊണ്ട് തർബീയത്ത് കൊടുക്കാൻ വേണ്ടി നമ്മൾക്ക് കഴിയണം. ഒരിക്കൽ ജഅഫർ സാദിഖ് റളിയല്ലാഹു അൻഹുവിനെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ജഅഫർ സാദിഖ്, അതായത് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ പ്രപൗത്രനാണ് ആര്? ജഅഫർ സാദിഖ് റളിയല്ലാഹു അൻഹു. വലിയ പണ്ഡിതനായിട്ടുള്ള മനുഷ്യനാണ്. ഈ ജഅഫർ സാദിഖിന് 5 വയസ്സ് പ്രായമുള്ള സമയം, എത്ര? 5 വയസ്സ് പ്രായമുള്ള സമയം വീട്ടിൽ ഉമ്മ എന്ത് ചെയ്യാണ്? വീട്ടിൽ ഉമ്മാന്റെ പണി എന്തായിരിക്കും? സാധാരണ അടുക്കളയിൽ ഭക്ഷണം പാകം ചെയ്യാനുള്ള ഒരുക്കത്തിലാണ്. അപ്പൊ ഈ വലിയ വിറക് കൊള്ളികൾക്ക് തീ പിടിപ്പിക്കാൻ നമ്മൾ എന്താ ചെയ്യുക? ഇപ്പൊ എല്ലാവരും മോഡേൺ ആണ്, വലിയ നല്ല അടുപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു 10 കൊല്ലം പുറകിലേക്കൊക്കെ പോകുക എല്ലാവരും. ഇപ്പോഴും അടുപ്പ് ഉപയോഗിക്കുന്നവരൊക്കെ ഉണ്ടാവുമല്ലോ. നമ്മള് വലിയ വിറകിന് തീ കൊടുക്കാൻ വേണ്ടി എന്താ ചെയ്യുക? ഒന്നില്ലെങ്കിൽ പീസാക്കും, അല്ലെങ്കിൽ ചെറിയ വിറക് കൊള്ളികൾക്ക് തീ പിടിപ്പിച്ചിട്ടാണ് എന്ത് ചെയ്യുക? ആ വലിയ വിറകുകൾ കത്തിക്കുക അല്ലെ? ഈ ഉമ്മയും ജഅഫർ സാദിഖ് റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹത്തിന്റെ ഉമ്മയും അത് തന്നെയാണ് ചെയ്തത്. എന്താണ്? വലിയ വിറകുകൾക്ക് തീ കൊടുക്കാൻ വേണ്ടിയിട്ട് ചെറിയ ചുള്ളിക്കമ്പുകൾ ഇങ്ങനെ കത്തിച്ചിട്ടു. ഇങ്ങനെ തീ കൊടുക്കുന്നതിനിടയിൽ നമ്മുടെ വീട്ടിലൊക്കെ സംഭവിക്കുന്നത് പോലെ തന്നെ എന്ത് സംഭവിച്ചു? എന്താണ് സംഭവിച്ചത്? എന്താ സംഭവിച്ചത്? തീ ഒന്ന് ആളിപ്പോയി അല്ലെ? പെട്ടെന്ന് തീ എന്ത് ചെയ്യും? ആളിപ്പോവും. തീ ആളിപ്പോയ സമയത്ത് അടുക്കളയിൽ ആരിയ്ക്കുന്നുണ്ട്? 5 വയസ്സുകാരനായി കുട്ടി ഇരിക്കുന്നുണ്ട്. ഖുർആൻ കൊണ്ട് കുട്ടികൾക്ക് തർബിയത്ത് കൊടുക്കണം എന്നാണ് ഞാൻ പറയുന്നത്, അതിൻ്റെ ഉദാഹരണം. അങ്ങനെ ആ കുട്ടി ഇത് കണ്ട് പേടിച്ചു അല്ലെ? ആ കുട്ടി പേടിച്ച് ഉമ്മയുടെ അടുത്ത് ഓടി വന്നിട്ട് ഉമ്മാനങ്ങനെ പിടിച്ച് വാരി പുണർന്നു. അപ്പൊ ആ ഉമ്മ ആ കുട്ടിയെ ഇങ്ങനെ ആശ്വസിപ്പിച്ച് തലയിലൊക്കെ തടവിയിട്ട് പറഞ്ഞു, മോനെ, നീ വല്ലാതെ ഭയപ്പെട്ടിരിക്കുന്നല്ലോ, നീ വല്ലാതെ പേടിച്ചിരിക്കുന്നല്ലോ, എന്തിനാണ് നീ ഇങ്ങനെ പേടിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ആ കുട്ടി പറയുന്ന ഒരു മറുപടി ഉണ്ട്. ഞാൻ പറഞ്ഞു, വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു, 5 വയസ്സുള്ള കുട്ടി. എത്ര? 5 വയസ്സുള്ള കുട്ടി. ഇന്നത്തെ പോലെ അൽഫിത്രയും നമ്മുടെ അൽബിറും ഹെവൻസും ഒന്നും അന്ന് ഇല്ലാതെ നമ്മൾ ആലോചിക്കണം. അന്ന് ഉമ്മമാര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോ ആ ഉമ്മയുടെ ആ മകൻ പറയുന്ന ഒരു വർത്തമാനമുണ്ട്. ഉമ്മ, നാളെ നമ്മളൊക്കെ മരിച്ചു പോകുമ്പോൾ, എന്താ പറയുന്നത്? നാളെ നമ്മളൊക്കെ മരിച്ചു പോകുമ്പോൾ ഉമ്മ ഈ വലിയ വിറക് കത്തിക്കാൻ ഈ ചെറിയ വിറക് ഇങ്ങനെ ഉപയോഗിച്ചതുപോലെ അള്ളാഹു നാളെ വലിയ മനുഷ്യന്മാരെ കത്തിക്കാൻ എന്നെപ്പോലെയുള്ള ചെറിയ കുട്ടികളെ കത്തിക്കും. ഈ കുട്ടിയുടെ ബുദ്ധി പോയത്, ആ തർബിയത്തിന്റെ ഒരു ആഴം എത്രയുണ്ടെന്ന് ചിന്തിക്കുക. നാളെ മരണപ്പെട്ടു പോകണം എന്നുള്ള ചിന്ത, നാളെ പരലോകമുണ്ട് എന്ന ചിന്ത, നാളെ നരകമുണ്ട്, നരകത്തിൽ ശിക്ഷയുണ്ട് എന്നുള്ള ചിന്ത ഈ 5 വയസ്സാകുമ്പോഴേക്കും ഈ കുട്ടിക്ക് കൊടുത്തിട്ടുള്ള തർബിയത്താണ്, ഖുർആൻ കൊണ്ട് കൊടുത്ത തർബിയത്താണ്. എന്നിട്ട് ആ കുട്ടി പറയുന്നത്, വലിയ വിറകുകളെ കത്തിക്കാൻ വേണ്ടി ഉമ്മ ഈ ചുള്ളിക്കമ്പുകൾ ഉപയോഗിച്ചതുപോലെ നാളെ വലിയ മനുഷ്യരെ അള്ളാഹു കത്തിക്കാൻ വേണ്ടി എന്നെ പോലുള്ള ചെറിയ കുട്ടികളെ കത്തിക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. തീ ആളിയത് മാത്രമല്ല ആ കുട്ടിയുടെ മനസ്സിൽ വന്നത്, ഈ കാര്യങ്ങൾ മുഴുവൻ അദ്ദേഹത്തിന്റെ മനസ്സിൽ വന്നിട്ടുണ്ട്. അപ്പൊ ഉമ്മ എന്താ ചെയ്യുന്നത്? മകനെ, മോനെ, പേടിക്കണ്ട, അള്ളാഹുവിന് കുട്ടികളെ എന്താണ്? വലിയ ഇഷ്ടമാണ്. കുട്ടികളെ എന്ത് ചെയ്യില്ല, ഒരിക്കലും അള്ളാഹു നരകത്തിലിടുകയില്ല എന്ന് പറഞ്ഞിട്ട് ആ കുട്ടിയെ ആശ്വസിപ്പിക്കുന്ന ഉമ്മയെ നമ്മൾ കൃത്യമായിട്ട് കാണുകയാണ്. അപ്പോൾ ഖുർആൻ കൊണ്ട് തർബിയത്ത് കൊടുത്ത് കുട്ടികളെ വളർത്താൻ വേണ്ടി നമ്മുടെ ഉമ്മമാർക്ക് സാധിക്കണം എന്നതാണ്. അങ്ങനെയാണെങ്കിൽ മാത്രമേ സത്യവിശ്വാസി ജീവിക്കുന്ന ഖുർആനായിട്ട് ഭാവിയിൽ വളർന്നു വരികയുള്ളൂ. നമ്മൾ ഈ വലിയൊരു തുർക്കി എഴുത്തുകാരനുണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ പേര് അങ്കിൾ ഇദ്രീസ് എന്നാണ്. അദ്ദേഹത്തിന്റെ പേര് അങ്കിൾ ഇദ്രീസ് എന്ന് പറഞ്ഞ വലിയ ഒരു തുർക്കിക്കാരനായിട്ടുള്ള എഴുത്തുകാരൻ, വളരെ ഫേമസ് ആണ്. അദ്ദേഹത്തിന്റെ ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിന്റെ പേര് സ്നേഹത്തിന്റെ സംഭവകഥകൾ എന്നതാണ്. എന്താണ്? സ്നേഹത്തിന്റെ സംഭവകഥകൾ. അതിൽ ഒരു കുട്ടിയുടെ ഒരു സംഭവം അദ്ദേഹം ഉദ്ധരിക്കുന്നുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ, ഇറാഖിൽ യുദ്ധം നടക്കുന്ന സമയം. എന്താണ്? ഇറാഖിൽ യുദ്ധം നടക്കുന്ന സമയം. യുദ്ധം നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എന്തുണ്ടാവും? റെഫ്യൂജി ക്യാമ്പുകൾ ഉണ്ടാവും. എന്തായാലും മലയാളത്തിൽ പറയാം, അഭയാർത്ഥി ക്യാമ്പുകൾ, റെഫ്യൂജി ക്യാമ്പുകൾ ഉണ്ടാവും. അങ്ങനെ ആ റെഫ്യൂജി ക്യാമ്പിൽ ആ കുട്ടി ഇങ്ങനെ ഇരിക്കുകയാണ്. ആ സമയത്താണ് അടിയന്തരമായിട്ട് വേറൊരു കുട്ടിക്ക് രക്തം കൊടുക്കണം എന്ന് അറിയിപ്പ് വന്നത്. യുദ്ധരംഗമാണല്ലോ അല്ലെ, യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു കുട്ടിക്ക് രക്തം കൊടുക്കണം എന്ന്, അടിയന്തരമായിട്ട് രക്തം കൊടുക്കണം എന്നുള്ളൊരു സന്ദേശം വന്നു. ഈ കുട്ടിയുടെ ബ്ലഡ് ഗ്രൂപ്പും അവിടെ വന്നിരുന്ന വലിയ ആളുകളുടെ ബ്ലഡ് ഗ്രൂപ്പും തമ്മിൽ എന്ത് ചെയ്യുന്നില്ല? ചേരുന്നില്ല, യോജിക്കുന്നില്ല.
ആ ഇരിക്കുന്ന സമയത്താണ് ഈ ചെറിയ കുട്ടിയുടെ ബ്ലഡ് ആ കുട്ടിക്ക് ബ്ലഡ് കൊടുക്കാൻ എന്താണ് പ്രാപ്തമാണ്. അപ്പൊ ആ കുട്ടിയോട് അവിടെയുള്ള ഈ റെഫ്യൂജി ക്യാമ്പിലുള്ള ആളുകൾ ചോദിക്കുന്നുണ്ട്, അല്ലയോ മകനെ, നീ ഒരല്പം രക്തം ഈ കുട്ടിക്ക് കൊടുക്കുമോ എന്ന് ചോദിച്ചപ്പോൾ ആ കുട്ടി എന്ത് ചെയ്യണ്? കൊടുക്കാമെന്ന് പറഞ്ഞു. ഈ കൊടുക്കാൻ തയ്യാറാകുന്നതിന് മുമ്പ് ആ കുട്ടി പറഞ്ഞു, എനിക്ക് എൻ്റെ ഉമ്മയെ ഒന്ന് കാണണം. എന്താ പറയുന്നത്? രക്തം ഞാൻ കൊടുക്കാം, പക്ഷേ എനിക്കെൻ്റെ ഉമ്മയെ ഒന്ന് കാണണമെന്ന് ആ കുട്ടി പറയുകയാണ്. അങ്ങനെ എന്ത് ചെയ്തു? അവൻ്റെ ഉമ്മ ആരാണ് എന്ന് അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത്, ഈ ക്യാമ്പിൽ ആരില്ല, ഉമ്മയില്ല. ഉമ്മ അടുത്ത കുറച്ച് ദൂരെയുള്ള ഒരു റെഫ്യൂജി ക്യാമ്പിലാണ് ആരുള്ളത്? ഉമ്മയുള്ളത്. അപ്പൊ ആ ഉമ്മയെ കാണണം എന്ന് പറഞ്ഞപ്പോൾ ആ കുട്ടിയോട് അതിലുള്ള അധികൃതർ പറഞ്ഞു, ഉമ്മയെ കാണാനിപ്പോൾ പറ്റില്ല, കാരണം ഉമ്മയെ കണ്ട് തിരിച്ചു വരുമ്പോഴേക്കും ഈ വേറെ കുട്ടിയുടെ ജീവൻ അപകടത്തിലാകും, അതുകൊണ്ട് രക്തം കൊടുത്തിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ ഈ കുട്ടി സമ്മതിക്കുന്നേയില്ല. എനിക്ക് എന്ത് ചെയ്യണം? എൻ്റെ ഉമ്മയെ കാണണം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ ഈ റെഫ്യൂജി ക്യാമ്പിലെ ആളുകൾ ചോദിച്ചു, എന്തിനാണ് ഇങ്ങനെ വാശി പിടിക്കുന്നത്? രക്തം കൊടുത്തിട്ട് ഉമ്മാനെ കാണാലോ എന്ന് പറഞ്ഞപ്പോൾ ആ കുട്ടി പറയുന്നൊരു വർത്തമാനമുണ്ട്. ആ കുട്ടി എന്താ പറയുന്നതെന്ന് അറിയോ? എന്തായിരിക്കും ആ കുട്ടി പറഞ്ഞിട്ടുണ്ടാകുക? അങ്ങോട്ട് ചോദിക്കണം, എന്താണ് ആ കുട്ടി പറഞ്ഞിട്ടുണ്ടാകുക? ഉമ്മയെ കാണണം, ഉമ്മാന്റെ സമ്മതം ചോദിക്കണം. നല്ല മറുപടിയാണ്. അതല്ല, ഈ തുർക്കിഷ് എഴുത്തുകാരനായിട്ടുള്ള ഇദ്ദേഹം പറയുന്ന ഒരു വാക്കുണ്ട്. എന്താ പറയുന്നത് പറയട്ടെ? ഈ കുട്ടിയുടെ വാക്ക് ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നത്, രക്തം കൊടുത്തു കഴിഞ്ഞാൽ മരിക്കും എന്നാണ് ഈ കുട്ടി വിചാരിച്ചിരിക്കുന്നത്. എന്താണ്? രക്തം കൊടുക്കുന്നതോടുകൂടി ഞാൻ എന്ത് ചെയ്യും? മരിക്കും. അപ്പൊ എനിക്ക് എൻ്റെ ഉമ്മയെ കാണണം എന്ന് പറയുന്നതിന്റെ അടിസ്ഥാനം എന്താ? അവസാനമായിട്ടൊന്ന് ഉമ്മാനെ കാണണം, അവസാനമായിട്ട് ഉമ്മാനെ നിന്ന് കാണണം എന്നാണ് ആ കുട്ടി ആവശ്യപ്പെട്ടത്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഏറ്റവും വലിയ അത്ഭുതം എന്താണ് ഈ സംഭവത്തിന്റെ ഏറ്റവും വലിയ അത്ഭുതം എന്താണ് യോഷിത്താത്ത? എന്താണ് ഏറ്റവും വലിയ അത്ഭുതം എന്താ? രക്തം കൊടുത്താൽ മരിക്കുന്ന അറിഞ്ഞിട്ടും ഈ കുട്ടി എന്ത് ചെയ്തു? അത് കൊടുക്കാൻ തയ്യാറായി എന്നുള്ളതാ. ഈ സംഭവത്തിന്റെ ഏറ്റവും വലിയ ഗുണപാഠം എന്ന് പറയുന്നത്, രക്തം കൊടുത്താൽ മരിക്കില്ല എന്നും ലോകത്തെല്ലാവർക്കും അറിയാം. പക്ഷെ ഈ കുട്ടിയുടെ വിചാരം എന്താ? രക്തം കൊടുത്താൽ മരിക്കും. പക്ഷെ ഈ കുട്ടി അങ്ങനെ രക്തം കൊടുത്തിട്ട് മരിക്കുകയാണെങ്കിലും മരിച്ചോട്ടെ എന്ന് കരുതിയിട്ട് അതിന് സന്നദ്ധമായി അവസാനമായിട്ട് ഈ ഉമ്മയെ ഒന്ന് കാണണം. ഈ കുട്ടിക്ക് നൽകിയിട്ടുള്ള തർബിയത്ത്, ഈ രീതിയിലായിരിക്കണം നമ്മൾ നമ്മുടെ മക്കളെ എന്ത് ചെയ്യേണ്ടത്? തർബിയത്ത് കൊടുക്കേണ്ടത് എന്നതാണ്. ബന്ധങ്ങളുടെ കാര്യത്തിൽ ഖുർആൻ നമുക്ക് വഴികാട്ടിയായിട്ട് മാറണം. ഏറ്റവും കൂടുതൽ നമ്മൾ അലംഭാവം കാണിക്കുന്നത് ഏത് കാര്യത്തിലായിരിക്കും? ബന്ധങ്ങളുടെ കാര്യത്തിലായിരിക്കും. നിങ്ങൾ ഇങ്ങനെ ഒന്ന് ആലോചിക്കുക. നിങ്ങൾ ഓരോരുത്തരും ആലോചിച്ചാൽ മതി, ഇവിടെ പറയുമൊന്നും വേണ്ട. ആലോചിക്കുക, ഇന്ന ആളുടെ അടുത്ത് മിണ്ടിയിട്ട് എത്ര കാലമായി, അല്ലെങ്കിൽ ഇന്ന ആളുമായിട്ട് പണക്കത്തിലായിരുന്നല്ലോ, അത് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടോ, അത് പരിഹരിച്ചിട്ടുണ്ടോ? ഇങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കുക. ബന്ധങ്ങളുടെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ എന്തെങ്കിലുമൊക്കെ സ്വരച്ചേർച്ചയില്ലായ്മ, ചെറിയ പൊട്ടലും ചീറ്റലുകളൊക്കെ നമ്മുടെ കുടുംബങ്ങളിലുണ്ടാവും. ഇതൊക്കെ നമ്മൾ പരിഹരിച്ചിട്ട് മുന്നോട്ട് പോകണം. അതിനെന്താണ് ചെയ്യുക എന്ന് ചോദിച്ചാൽ ഖുർആൻ തന്നെയാണ് അതിന് വഴികാട്ടേണ്ടത്. അമ്മായിയമ്മ ഉണ്ടെങ്കിൽ മരുമകളുമായിട്ടായിരിക്കും ശത്രുത. എന്തിന്? സഹോദരിമാർ തമ്മിൽ ഈഗോ പ്രശ്നങ്ങൾ, അവർ തമ്മിൽ മിണ്ടാതിരിക്കുക, അവർക്ക് പരസ്പരം കണ്ടു കഴിഞ്ഞാൽ, ഒരു സദസ്സിൽ വെച്ച് കണ്ടു കഴിഞ്ഞാൽ രണ്ടു വഴിക്ക് പോകുക. ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വെറും അതൊക്കെ ഒരു പൊതുവിഷയങ്ങളായിട്ട് മാറിയിരിക്കുകയാണ്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാകുകയാണ്. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു, സത്യവിശ്വാസി ജീവിക്കുന്ന ഖുർആനാകണമെങ്കിൽ ബന്ധങ്ങളിൽ വലിയ സൂക്ഷ്മത നമ്മൾ പാലിക്കണം എന്ന് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുകയാണ്. അതിൻ്റെ ഏറ്റവും വലിയ തെളിവ് എന്ന് പറഞ്ഞാൽ, ഇന്ന് ഏറ്റവും കൂടുതൽ മുസ്ലിം ഉമ്മത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വിപത്ത് എന്താണെന്ന് പറയാൻ പറ്റും. ഇന്ന് മുസ്ലിം സമൂഹത്തിൽ നമ്മുടെ ഇടയിൽ ഏറ്റവും ലളിതമായിട്ട് ആ കർമ്മം നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ മുമ്പൊക്കെ നമ്മൾ അഭിമാനത്തോടുകൂടി പറഞ്ഞിരുന്നു, എന്താണ് പറഞ്ഞിരുന്നത്? ഈ കർമ്മം ഏറ്റവും ലളിതമായിട്ട് സംഭവിച്ചിരുന്ന ഈ കർമ്മം നടത്താൻ കഴിയുമായിരുന്ന ഈ കർമ്മം നമ്മുടെ ഉമ്മത്തിൽ തീരെ ഉണ്ടായിരുന്നില്ല എന്ന് നമ്മൾ അഭിമാനത്തോടുകൂടി പറഞ്ഞിരുന്നു. പക്ഷേ ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ അത് വ്യാപകമായിക്കൊണ്ടിരിക്കുന്നു. എവിടെയും ആ വാർത്തയാണ്. ഏതായിരിക്കും ആ വാർത്ത? വിവാഹമോചനം എന്നാണ് ഞാൻ പറയുന്നത്. ഈ ക്രൈസ്തവരുടെ ഈ വിവാഹമോചനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആ നിയമങ്ങൾ നിങ്ങൾ നോക്കുക.
വ്യഭിചാരം എന്നുള്ള ഒരു ഒരു അത്രയും ഗുരുതരമായ പാപങ്ങൾ സംഭവിച്ചാൽ മാത്രമേ ചില സഭകൾ എന്ത് ചെയ്യുന്നുള്ളൂ, വിവാഹമോചനത്തിന് അനുവാദം കൊടുക്കുന്നുള്ളൂ. പക്ഷേ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം തൊലാഖ് എന്ന് പറഞ്ഞാൽ വളരെ ലളിതമാണ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും സൂറത്തുൽ ബഖറയിലൊക്കെ അതിന്റെ പരാമർശങ്ങൾ. സൂറത്ത് തൊലാഖ് എന്ന് പറഞ്ഞിട്ട് തന്നെ ഒരു സൂറത്തുണ്ട്. തൊലാഖ് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. ഇത്ര ലളിതമായിട്ട് നമുക്ക് ഒരുപക്ഷെ ഒരാളെ ഒഴിവാക്കാൻ തിരിച്ചുമൊക്കെ സംഭവിക്കാം അല്ലേ? തൊലാഖ് ഫസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. ഇങ്ങനെ ഇത്രയും ലളിതമായ ഒരു സംഗതി ഉണ്ടായിരിക്കെ നമ്മൾ മുമ്പൊക്കെ പറഞ്ഞിരുന്നത് എന്താ? നമ്മുടെ ഏറ്റവും കുറവ് വിവാഹമോചനം നടക്കുന്നത് നമ്മുടെ കൂട്ടത്തിലാണ് എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ അങ്ങനെ ഇത്ര കോൺഫിഡൻറ്റോടുകൂടി ഇപ്പൊ പറയാൻ ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക് കഴിയുന്നില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്. മൈക്കിന്റെ മുമ്പിൽ നിന്ന് എന്നെ പോലുള്ള ആളുകൾക്ക് കുറച്ചുകൂടി ആത്മവിശ്വാസത്തോടുകൂടി അങ്ങനെയൊരു ആത്മവിശ്വാസത്തിന്റെ വർത്തമാനം പറയാൻ സാധിക്കാത്തത്ര സ്വഭാവത്തിൽ തൻ്റേതല്ലാത്ത കാരണത്താലാണ് വിവാഹമോചിത. പിന്നെ ആരുടെ കാരണം കൊണ്ടാണ് എന്ന് അള്ളാഹ്ക്കേ അറിയുള്ളൂ. ഈ മാട്രിമോണിയൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കാണാം, തൻ്റേതല്ലാത്ത കാരണത്താൽ വിവാഹമോചിതൻ. അപ്പം തൻ്റേതല്ലാത്ത കാരണത്താൽ വിവാഹമോചിത പേര് നോക്കിക്കഴിഞ്ഞാൽ ചെറിയ ചെറിയ സഹോദരിമാർ, വളരെ ചെറിയ പ്രായത്തിലുള്ള സഹോദരിമാർ, അവരൊക്കെയും ഞാൻ പറയുന്നത് ബന്ധങ്ങളുടെ കാര്യത്തിൽ ഖുർആൻ നമ്മൾ ഇടപെടണം. നമ്മുടെ ജീവിതത്തിൽ ഖുർആൻ ഇടപെടണം. ജീവിതത്തിൽ ഖുർആൻ ഇടപെട്ടില്ലെങ്കിൽ പൊട്ടലും ചീറ്റലൊക്കെ ഉണ്ടാവും. ഞാൻ പറയുന്നു, ഭാര്യ ഭർത്തൃബന്ധത്തിനിടയിൽ ഇത്ര മനോഹരമായിട്ട് ഊഷ്മളമായിട്ട് നമ്മൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ കുടുംബ ജീവിതമൊക്കെ കണ്ട് അത്ഭുതപ്പെടും. ഒന്നിനെ തന്നെ അവിടെ സഹിക്കാൻ പറ്റുന്നില്ല. ഈ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാ എത്ര എണ്ണത്തിന് ഇങ്ങനെ കൊണ്ടുപോയത് എന്ന് ഇങ്ങനെ തോന്നിപ്പോകുന്ന അത്രയും മനോഹരമായിട്ട്. ലോകത്ത് ഈഗോ എല്ലാവർക്കും ഉണ്ട്, പ്രവാചക പത്നിമാർക്കും. ഞാനതൊരു കുറ്റമായിട്ട് പറയില്ല. വിശുദ്ധ ഖുർആനുള്ള പരാമർശം സൂറത്ത് തഹ്രീം നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. ഈഗോ ഉള്ള ഒരു വിഭാഗം സ്ത്രീകൾ, അത് പ്രവാചക പത്നിമാർക്കും എന്തുണ്ടായിരുന്നു? ഈഗോ ഉണ്ടായിരുന്നു. ഒരുപക്ഷെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വീട്ടിലുള്ള പ്രയാസങ്ങൾ പറയാൻ വേണ്ടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് വരിക. ആ സംഭവം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് പോകുമ്പോൾ പ്രവാചകൻ നടുവിലിരുന്ന് ചുറ്റോട് ഒന്ന് ഈ ഭാര്യമാരെ ആക്രമിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ അത് ശരിയില്ല, ഇത് ശരിയില്ല എന്ന് പറഞ്ഞിട്ട് മൂപ്പര് തിരിച്ചു പോയി എന്നാണ് പറയുന്നത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇതൊക്കെ എന്ത് എന്ന് കണ്ടിട്ട് പിടിച്ചതിനേക്കാളും വലുതാണ് മടയിലുള്ളത് എന്ന് പറഞ്ഞ് അദ്ദേഹം തിരിച്ചുപോയി എന്നൊക്കെ നമ്മൾ ചരിത്രം പഠിക്കുന്നുണ്ട്. ഭാര്യ ഭർത്തൃ ബന്ധത്തിനിടയിൽ കാന ഖുലുഖുഹു അൽ ഖുർആൻ. ഇത് ആരെ കുറിച്ച് പറഞ്ഞതാണ്? കാന ഖുലുഖുഹു അൽ ഖുർആൻ. റസൂലിനെ കുറിച്ച് ഐഷ റളിയല്ലാഹു അൻഹ പറഞ്ഞതാ. ഈ വലിയ തത്വജ്ഞാനികളൊക്കെ ലോകത്ത് ജീവിച്ചു പോയിട്ടുണ്ട്. അവര് ലോകത്തെ തന്നെ മാറ്റിമറിക്കുന്ന ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ വലിയ വലിയ ചിന്തകൾ അവർ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്, സംഭാവന ചെയ്തിട്ടുണ്ട്. പക്ഷെ ഭാര്യയുടെ മുമ്പിൽ അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. അരിസ്റ്റോട്ടിലിനൊക്കെ അറിയില്ലേ അല്ലേ? അരിസ്റ്റോട്ടിൽ, പ്ലാറ്റോ, സോക്രട്ടീസ് എന്നൊക്കെ പറയുന്നത് പോലെ അരിസ്റ്റോട്ടിൽ എന്ന് പറഞ്ഞ മനുഷ്യനെ, അദ്ദേഹത്തെ വിശദീകരിക്കേണ്ട കാര്യമില്ല. നിങ്ങളെല്ലാവരും അറിയുന്നതും വായിക്കുന്നതുമായിട്ടുള്ള ഒരു മനുഷ്യൻ, വലിയ തത്വജ്ഞാനിയായിട്ടുള്ള മനുഷ്യൻ. അദ്ദേഹത്തിന് ലോകത്തെ കീഴടക്കാൻ കഴിഞ്ഞു. പക്ഷെ അദ്ദേഹത്തിന് ഭാര്യയെ സ്നേഹം കൊണ്ട് തോൽപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരു പരാമർശം നമുക്ക് കാണാം. ഒരിക്കലും അദ്ദേഹം വഴിയിൽ ഇങ്ങനെ നിന്ന് വലിയ ശിഷ്യന്മാരോട് എന്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്? ഇങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുക. ആ സമയത്താണ് ഒരു സ്ത്രീ വരുന്നത്. ആ സ്ത്രീ ഇദ്ദേഹം വിവാഹം കഴിച്ച സ്ത്രീയാണ്, ഭാര്യ. ആ സ്ത്രീ വന്നിട്ട് ഇങ്ങനെ ഈ മനുഷ്യനെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷെ ഈ അരിസ്റ്റോട്ടിൽ എന്ന മനുഷ്യൻ ഇങ്ങനെ കയ്യും കെട്ടി സമാധാനമായിട്ട് ഈ സംഭവങ്ങൾ ഇങ്ങനെ വിശദീകരിച്ച അനുയായികൾക്ക് ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. ഈ അരിസ്റ്റോട്ടിൽ ഇങ്ങനെ ഇദ്ദേഹത്തെ ഈ ഭാര്യയെ ശ്രദ്ധിക്കാതായപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞിട്ട് ആ ഭാര്യ കയ്യിലൊരു കുടവും വെള്ളവുമായിട്ട് വരികയാണ്. എന്നിട്ട് എന്ത് ചെയ്തതെന്ന് പറഞ്ഞാൽ ഈ മനുഷ്യന്റെ തലയിൽ കൂടെ വെള്ളം ഒഴിച്ചു എന്നാണ് പറയുന്നത്. അരിസ്റ്റോട്ടിലിന്റെ തലയിൽ കൂടെ വെള്ളം ഒഴിച്ചു. ഈ വെള്ളം ഇങ്ങനെ ഒഴിച്ചതിന് ശേഷം അല്ലേ, തുടർന്നുള്ള സംഭവമൊക്കെ അറിയാമല്ലോ അല്ലേ, തലയിൽ കൂടെ വെള്ളം ഒഴിച്ചു. ഇദ്ദേഹം ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ ഇദ്ദേഹം പറഞ്ഞത്, ശിഷ്യന്മാരോട് പറഞ്ഞത്, ഒരു ഇടി കഴിഞ്ഞാൽ മഴ പതിവാണ്. തത്വജ്ഞാനിയാണല്ലോ, തത്വങ്ങളാണല്ലോ പറയാ, ഫിലോസഫിയാണ് പറയുന്നത്. ഒരു ഇടി കഴിഞ്ഞാൽ, ഇടി ഇങ്ങനെ ഇടിച്ചിട്ട് പോയി, അപ്പൊ ഇടി കഴിഞ്ഞാൽ ഒരു മഴ പതിവാണ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞതിൻ്റെ സാരം എന്ന് പറയുന്നത്, നമ്മൾ എത്ര വലിയ ആളുകളായിക്കൊള്ളട്ടെ, ഖുർആൻ നമ്മുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തിയില്ലെങ്കിൽ നമ്മൾ എന്തായിട്ട് മാറും? വട്ടപൂജ്യമായിട്ട് മാറും. ലിയോ ടോൾസ്റ്റോയുടെ മരണം വിശദീകരിക്കുന്നുണ്ട്. ലിയോ ടോൾസ്റ്റോയിനെ അറിയില്ലേ? ലിയോ ടോൾസ്റ്റോയ് എന്ന് പറഞ്ഞ മനുഷ്യൻ, അദ്ദേഹത്തിന്റെ മരണം
വീട്ടിൽ നിന്ന് 80 കിലോമീറ്റർ ദൂരെയുള്ള റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ട് തണുത്തുറഞ്ഞിട്ടാണ് ആ മനുഷ്യൻ മരിക്കുന്നത്. നമ്മൾ വായിച്ചിട്ടുണ്ടാവും. ഈ മരിക്കുന്നതിന് മുമ്പ് ആരുമായിട്ട് പണങ്ങിയിട്ടാണ് വീട് വിട്ട് ഇറങ്ങുന്നത്? സ്വന്തം ഭാര്യയായിട്ട് എന്നും വഴക്കാണത്ര വീട്ടിൽ. ലോകത്തെ ഇൻഫ്ലുവൻസ് ചെയ്തൊരു മനുഷ്യൻ, ഇത്രത്തോളം എഴുത്തിൽ സ്വാധീനിച്ചൊരു മനുഷ്യനുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷെ കേവലം ഒരു സ്ത്രീയുടെ മുമ്പിൽ അദ്ദേഹത്തിന് വിജയിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ ഇരുന്നിട്ടാണ് അദ്ദേഹം മരണപ്പെടുന്നത് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് ഭാര്യാഭർത്തൃ ബന്ധത്തിനിടയിൽ സാധാരണ ഖുർആൻ തന്നെ പറഞ്ഞൊരു ഉദാഹരണമുണ്ട് കുടുംബവുമായി ബന്ധപ്പെട്ടിട്ട്. അറിയോ? നിങ്ങൾ ഒന്നിനെ പോലെ ആകരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു ജീവിയെ പോലെ നിങ്ങൾ ആകരുത്. ഏതാണ് ആ ജീവി? നിങ്ങളുടെ കുടുംബത്തെ കുറിച്ച് സൂചിപ്പിച്ചപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു ഉദാഹരണം. നിങ്ങൾ ഒരു ജീവിയെ പോലെ, ആ ജീവിയുടെ വീട് പോലെ, കുടുംബം പോലെ നിങ്ങൾ ആകരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞു. ഏതാണ് ആ ജീവി എന്നറിയോ? ആ ജീവിയുടെ പേരിൽ ഒരു സൂറത്തുണ്ട്. ഏതാണ്? എത്ര ക്ലൂ തരുന്നത്? അൻകബൂത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നിങ്ങൾ എന്താകരുത്? ചിലന്തിയുടെ വീട് പോലെ ആകരുത് നിങ്ങളുടെ കുടുംബം. ഇന്ന അഹ്വനൽ ബുയൂതി ലബൈത്തുൽ അൻകബൂത്തി എന്ന് പറയുന്നത് ഖുർആൻ. ഏറ്റവും ദുർബലമായിട്ടുള്ള വീട് ആരുടെയാ? ചിലന്തിയുടേതാണ്. എന്തുകൊണ്ടായിരിക്കും ആ ദുർബലം എന്ന് പറഞ്ഞത്? ഇങ്ങനെ തോണ്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ പൊട്ടിപ്പോകും എന്നുള്ള അടിസ്ഥാനത്തിലാണോ അത് പറഞ്ഞത്? വെൽ കൺസ്ട്രക്റ്റ് ആയിട്ട് ഏറ്റവും മനോഹരമായിട്ട് വല നെയ്യുന്ന ഒരു ജീവിയാണിത്. ആര്? ചിലന്തി എന്ന് പറഞ്ഞാൽ. അതിങ്ങനെ തോണ്ടിയത് കൊണ്ട് പൊട്ടിപ്പോകും എന്നത് കൊണ്ടല്ല ആ കുടുംബ സംവിധാനത്തെ കുറിച്ച് ചിലന്തിയുടെ വീട് പോലെ ആകരുത് എന്ന് പറയാൻ കാരണം. എന്തായിരിക്കും കാരണം? ഒരു പക്ഷേ ചിലന്തിയെ കുറിച്ച് നമ്മൾ പഠിച്ചു നോക്കിക്കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാൻ കഴിയും. കാരണം ഈ ഇണചേരും, ഈ ആൺചിലന്തിയും പെൺചിലന്തിയും കൂടി ഇണചേരും. ഇണചേർന്നിട്ട് ഇണചേർന്ന് കഴിഞ്ഞതും ഈ പെൺചിലന്തി എന്താ ചെയ്യാന്നറിയോ? ആൺചിലന്തിയെ, സ്വന്തം കെട്ടിയവനെ, സ്വന്തം ഭർത്താവിനെ തിന്നും. മാത്രമല്ല ഈ പെൺചിലന്തിയുടെ വയറ്റിൽ 100 കണക്കിന് കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നതാണ്. വയറ്റിൽ എത്ര ഉണ്ടാവും? 100 കണക്കിന് കുഞ്ഞുങ്ങൾ ഉണ്ടാവും. അത് പുറത്തു വരുന്ന സമയത്ത് വിരലിലെണ്ണാവുന്ന കുഞ്ഞുങ്ങൾ മാത്രമായിരിക്കും ഉണ്ടാവുക. അതായത് 5 ഒരു 10ന്റെ ഉള്ളിൽ എന്ന് വിചാരിക്കുക. അത്രേ ഉണ്ടാവുള്ളൂ. വിരലിലെണ്ണാവുന്ന എണ്ണങ്ങളെ ഉണ്ടാവുള്ളൂ. ബാക്കി 90 അവിടെ പോയി. ഈ വയറ്റിൽ പരസ്പരം തിന്ന് ജീവിക്കേണ്ടത്. ഈ ഉമ്മയുടെ ഉദരത്തിനുള്ളിൽ കിടന്ന് ഈ മക്കൾ, സഹോദരിയും സഹോദരന്മാരും ഒക്കെ പരസ്പരം തിന്ന് അവരെന്ത് ചെയ്യാണ്? അതിൽ ഏറ്റവും അവശേഷിക്കുന്നതാണ് പുറത്തു വരുന്നത്. ഇനി ഈ കുഞ്ഞുങ്ങൾ പുറത്തു വന്നാൽ എന്താ ചെയ്യാന്നറിയോ? ഉമ്മാനെ തിന്നും, ഉമ്മാനെ ഭക്ഷിക്കും. അങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ചിലന്തിയുടെ വീട് പോലെ ആകരുത് നിങ്ങളുടെ വീട്. അല്ലെങ്കിൽ അതിൻ്റെ ഒരു രൂപം, അതിങ്ങനെ തോണ്ടിയത് കൊണ്ട് അത് പൊട്ടിപ്പോകും എന്ന അർത്ഥത്തിലല്ല ഖുർആൻ അവിടെ പറയുന്നത്. ഖുർആൻ അവിടെ പറഞ്ഞതിൻ്റെ കാരണം എന്താണ്? ഈ ചിലന്തിയുടെ ഒരു കുടുംബത്തിൻ്റെ ഒരു പശ്ചാത്തലം അതിങ്ങനെ മോശപ്പെട്ട രീതിയിലാണ്. ആ രൂപത്തിൽ നിങ്ങളുടെ കുടുംബങ്ങളായി മാറാൻ പാടില്ല എന്നാണ് കൃത്യമായിട്ട് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ബന്ധത്തിൻ്റെ കാര്യത്തിൽ ഖുർആൻ നമ്മളെ വളരെ കൃത്യമായിട്ട് സ്വാധീനിക്കാൻ വേണ്ടി കഴിയണം എന്നതാണ്. ആ കൂട്ടത്തിൽ തന്നെ അയൽക്കാരുമായിട്ടുള്ള ബന്ധങ്ങൾ. നമ്മളിങ്ങനെ അബ്ദുല്ലാഹ് ഇബ്നു മുബാറക്കിൻ്റെയൊക്കെ ചരിത്രം ഇങ്ങനെ പറയാറുണ്ട്. ഞാൻ ഈ ഖുർആനും ഹദീസൊക്കെ ഇങ്ങനെ സ്കിപ്പ് ചെയ്യാണ്. അത് കുറച്ച് കഥകൾ ഇങ്ങനെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാനാണ് വിചാരിക്കുന്നത്. അബ്ദുല്ലാഹ് ഇബ്നു മുബാറക്കിൻ്റെ ഒരു ചരിത്രം ഇങ്ങനെ പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ അയൽവാസി ഒരു യഹൂദനായിരുന്നു. പക്ഷേ ഇദ്ദേഹം വീട്ടിൽ മക്കൾ ഭക്ഷണം കഴിച്ചോ എന്ന് ഉറപ്പുവരുത്തുന്നതോടൊപ്പം തന്നെ തൊട്ട അയൽപക്കത്തുള്ള ഈ യഹൂദന്റെ മക്കള് ആഹാരം കഴിച്ചിട്ടുണ്ടോ എന്ന് ഇദ്ദേഹം ഉറപ്പുവരുത്താറുണ്ടായിരുന്നു. മക്കൾക്ക് വസ്ത്രങ്ങൾ വാങ്ങിയിട്ട് വന്നു കഴിഞ്ഞാൽ യഹൂദന്റെ മക്കൾക്കും ഇദ്ദേഹം എന്ത് ചെയ്യും? വസ്ത്രങ്ങൾ വാങ്ങി വരാറുണ്ടായിരുന്നു. ഒരിക്കല് ഈ യഹൂദന്റെ അടുത്തേക്ക്, ഈ യഹൂദ സുഹൃത്തിൻ്റെ അടുത്തേക്ക് കുറച്ച് ആളുകൾ വന്നിട്ട് ഇദ്ദേഹത്തോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ വീട് വിൽക്കുന്നുണ്ടോ? എന്താ ചോദിക്കുന്നത്? നിങ്ങളുടെ വീട് വിൽക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, എന്താണ് ചോദിക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ, നല്ല വില തരാം, ഞങ്ങൾക്ക് വീട് ആവശ്യമുണ്ട്, നല്ല വില തരാം എന്ന് പറഞ്ഞ് വീട് വിൽക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഈ യഹൂദനായ ഈ സുഹൃത്ത് ചോദിച്ചു, എത്ര രൂപ തരും? എന്ത് തരും?
എന്ന് ചോദിച്ചപ്പോൾ 1000 ദിർഹം. എത്ര? 1000 ദിർഹം തരാം. ഏറ്റവും വില കൂട്ടിയിട്ടാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, ഈ യഹൂദനോട് വില പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞു 1000 ദിർഹം പോരാ. എന്താ പറഞ്ഞത്? 1000 ദിർഹം പോരാ. പിന്നെ എത്ര വേണം എന്ന് ചോദിച്ചപ്പോൾ യഹൂദ സുഹൃത്ത് പറയുകയാണ് 2000 ദിർഹം വേണം. എത്രയാണ്? 2000 ദിർഹം വേണം. അപ്പോൾ ഈ ആളുകൾ പറഞ്ഞു, നിങ്ങൾ ചോദിക്കുന്നത് അക്രമമാണ്. ഇത്രയും ഭീകരമായ തുകയ്ക്ക് ഇവിടെയല്ല എവിടെ നിന്നും ഈ ഒരു വീട് നഷ്ടമായിരിക്കും എന്ന് അവർ പറയുകയാണ്. അപ്പൊ ഈ യഹൂദനായിട്ടുള്ള ഒരു സുഹൃത്ത് പറയുന്ന ഒരു വാക്കുണ്ട്, നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? എന്താ പറഞ്ഞ അദ്ദേഹം എന്താ പറഞ്ഞ്? 1000 ദിർഹത്തിനാണ് എന്ത് വീട്, ബാക്കി 1000 ദിർഹം അബ്ദുല്ലാഹിബ്നു മുബാറക്ക് എൻ്റെ അയൽവാസി ആയതിൻ്റെ വിലയാണ് എന്ന് അദ്ദേഹം പറയുകയാണ്. നമ്മുടെ അയൽക്കാരൊക്കെ ഇങ്ങനെ പറയുമോ? വെറുതെ കൊടുത്തിട്ട് പോകും ചില ആളുകളെ കണ്ടിട്ട്. ഞാൻ പറയുന്നത് ബന്ധങ്ങളിൽ ഖുർആൻ ഇടപെടണം, എന്നാലേ നമ്മൾ ജീവിക്കുന്ന ഖുർആനായിട്ട് നമ്മൾ മാറുകയുള്ളൂ. ബന്ധം എന്ന് പറഞ്ഞാൽ എല്ലാം കൂടി പരത്തി പറയാൻ നമുക്ക് കഴിയില്ല. അയൽപക്ക ബന്ധമായാലും ഹസൻ ബസരി റഹ്മത്തുള്ളാഹി അലൈഹിയിൽ ഒരു കഥയുണ്ട്. അദ്ദേഹത്തിൻ്റെ മുകളിൽ ഒരു അയൽവാസി ജീവിച്ചിരുന്നു. അദ്ദേഹവും ഒരു മുസ്ലിമായിട്ടുള്ളൊരു സുഹൃത്തായിരുന്നു. ഇദ്ദേഹം ഒരിക്കൽ പനി പിടിച്ച് രോഗബാധിതനായിട്ട് കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കാൻ പോലും വയ്യാതെ അദ്ദേഹം ഇങ്ങനെ കിടക്കുന്ന സമയത്ത് ഈ അയൽവാസി ഇങ്ങനെ നോക്കാൻ വന്നു അല്ലേ? രോഗിയെ കാണാൻ വരുമല്ലോ. രോഗിയെ കാണാൻ വന്നപ്പോൾ വീട്ടിനുള്ളിൽ ഇങ്ങനെ കയറാൻ പറ്റുന്നില്ല. രൂക്ഷമായ ഗന്ധം, എന്തിൻ്റെ? യൂറിൻ്റെ, മൂത്രത്തിൻ്റെ രൂക്ഷമായ ഗന്ധം. വീട്ടിലേക്ക് കയറാൻ പറ്റുന്നില്ല. ഈ അയൽവാസി മൂക്ക് പൊത്തിയിട്ടാണ് ഈ മഹാനായ പണ്ഡിതനായ ഹസൻ ബസരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അടുത്തേക്ക് വരുന്നത്. എന്നിട്ട് ഇങ്ങനെ ഇദ്ദേഹത്തിൻ്റെ സുഖവിവരങ്ങളും അസുഖങ്ങളൊക്കെ ഇങ്ങനെ ചോദിച്ചതിന് ശേഷം പറഞ്ഞു, വളരെ അസഹ്യമായിട്ടുള്ള, സഹിക്കാൻ കഴിയാത്ത ഒരു ബാഡ് സ്മെല്ലോടെ അടിക്കുന്നുണ്ടല്ലോ, ഒരു ദുർഗന്ധം ഇങ്ങനെ വമിക്കുന്നുണ്ടല്ലോ, എന്താണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം അങ്ങനെ വിരൽ ചൂണ്ടി കാണിച്ചു കൊടുക്കുകയാണ്. വിരൽ ചൂണ്ടി കാണിക്കുന്ന സമയത്ത് ഇദ്ദേഹം താമസിച്ചിരുന്ന റൂമിൻ്റെ ഒരു ഭാഗത്ത് ഒരു പാത്രം, ഒരു പാട്ട, എന്താ പറയുക, ഒരു പാത്രം ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതിൽ ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഉറ്റി വീഴുന്നുണ്ട്. ആ വെള്ളം ഉറ്റി വീഴുന്നത് എവിടെ നിന്നാണ്? മുകളിൽ നിന്നാണ്. ആ വീഴുന്നത് വെള്ളമാണെങ്കിൽ സഹിക്കാമെന്ന് പറയാം. അത് വെള്ളമല്ല വീഴുന്നത്. എന്താ വീഴുന്നത്? നേരത്തെ ഞാൻ പറഞ്ഞ ആ സാധനമാണ് അതിലിങ്ങനെ വീണുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ സ്മെല്ലാണ്. ഹസൻ ബസരി പറയുന്നുണ്ട്, നമുക്കൊക്കെ ഒരുപക്ഷെ ചിന്തിക്കാൻ പോലും പറ്റൂലേ. വേലി പ്രശ്നത്തിൽ വർഷങ്ങളായിട്ട് സമരം നടത്തി മിണ്ടാത്ത ആളുകൾ, അവരെക്കുറിച്ച് അറിയുന്ന നമുക്കൊക്കെ ഇത് സങ്കല്പിക്കാൻ കഴിയുമെന്ന് ചോദിച്ചാൽ സങ്കല്പിക്കാൻ കഴിയണം. നമ്മുടെ ജീവിതത്തിൽ ഈ രീതിയിൽ മാറ്റാൻ കഴിയണം. ഹസൻ ബസരി പറയുന്നുണ്ട്, എല്ലാ ദിവസവും അദ്ദേഹം പറയുന്നത് കുറേ വർഷങ്ങളായിട്ട് ഇതന്നെയാണ് പരിപാടി. എന്ത്? ഇതിങ്ങനെ വീണുകൊണ്ടിരിക്കുക. ഇതിന് ഞാൻ എന്ത് ചെയ്യും? എല്ലാ ദിവസവും ഈ വെള്ളം എടുത്തിട്ട് പുറത്തു കൊണ്ടുപോയി കളയും. ഇന്ന് എനിക്ക് വയ്യാത്തത് കൊണ്ട് എനിക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞില്ല, ആ പാത്രം എടുത്ത് പുറത്ത് കൊണ്ടുപോയിട്ട് അതിൻ്റെ ആ അവശിഷ്ടം ഒഴിവാക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് ഈ സ്മെല്ല് എന്നതാണ്. ഈ കേട്ട മനുഷ്യൻ എങ്ങനെ ഉണ്ടാവും? ഈ മനുഷ്യൻ എങ്ങനെ ഉണ്ടാവും? ഈ ഹസൻ ബസരിയെ കെട്ടിപ്പിടിച്ചിട്ട് അദ്ദേഹം കരഞ്ഞു എന്നാണ് ചരിത്രത്തിൽ പറയുന്നത്. അപ്പോൾ അയൽപക്ക ബന്ധങ്ങളിലൊക്കെ നമ്മുടെ ഖുർആൻ നമ്മുടെ ജീവിതത്തിൽ ഇടപെടുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് ആ രീതിയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. സാമ്പത്തിക രംഗങ്ങളിലായാലും അതുപോലെ തന്നെ സാമൂഹിക ഇടപെടലുകളിലായാലും ഒക്കെ ഖുർആൻ നമ്മുടെ ജീവിതത്തിൽ സ്വാധീനിക്കാൻ വേണ്ടി നമുക്ക് കഴിയണം എന്നതാണ്. ഈജിപ്തിൽ ഒരു അറിയപ്പെടുന്നൊരു സംഘടനയുണ്ട്, ഇഖ്വാനുൽ മുസ്ലിമൂൻ എന്നാണ് ഇതിൻ്റെ പേര്, മുസ്ലിം ബ്രദർഹുഡ്. ഈ മുസ്ലിം ബ്രദർഹുഡ് 2 പ്രവർത്തകരുടെ ഒരു തർക്കം ഇങ്ങനെ നമ്മൾ വായിച്ചിട്ടുണ്ട്. 2 പ്രവർത്തകർ തമ്മിൽ ഇങ്ങനെ തർക്കിക്കുകയാണ്. തർക്കം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു വ്യക്തി ഒരു കടയിൽ പോയിട്ട് എന്ത് ചെയ്തു? സാധനം വാങ്ങാൻ വേണ്ടി കടയിൽ പോയി. സാധനം വാങ്ങാൻ വേണ്ടി കടയിൽ പോയിട്ട് ഈ മനുഷ്യൻ ഈ ഒരു സാധനത്തിൻ്റെ വില പറഞ്ഞു. വില ചോദിച്ചപ്പോൾ ഈ കടയുടമ പറയുകയാണ് 9 പൗണ്ട്. എത്രയാണ്? 9 പൗണ്ടാണ് ഇതിൻ്റെ വില എന്ന് പറഞ്ഞു. അപ്പോൾ ഈ വാങ്ങാൻ വന്ന മനുഷ്യൻ പറഞ്ഞു, ഇതിൻ്റെ വില 9 പൗണ്ടല്ല, ഇതിൻ്റെ വില 10 പൗണ്ടാണ്. അതുകൊണ്ട് ഞാൻ 10 പൗണ്ട് തരും, ആ സാധനം എനിക്ക് തരണം. കച്ചവടക്കാരൻ എന്താ പറയുന്നത്? ഈ സാധനത്തിൻ്റെ വില 9 പൗണ്ടേ ഉള്ളൂ, 10 പൗണ്ട് എനിക്ക് വേണ്ട. കച്ചവടക്കാരനും ഈ കസ്റ്റമറും തമ്മിലുള്ള തർക്കമാണ്. പറഞ്ഞാൽ മനസ്സിലായോ? 9 പൗണ്ടാണ് ഇതിൻ്റെ വില എന്ന് ആര് പറഞ്ഞു? കച്ചവടക്കാരൻ പറഞ്ഞു. ഈ സാധനം വാങ്ങാമെന്ന കസ്റ്റമർ പറഞ്ഞു, ഇതിന് 10 പൗണ്ട് വിലയുണ്ട്, അതുകൊണ്ട് 10 പൗണ്ട് ഞാൻ തരും, ഈജിപ്ഷ്യൻ പൗണ്ട്. അങ്ങനെ അവർ തമ്മിൽ എന്തുണ്ടായി? തർക്കമുണ്ടായി. സാധനം വാങ്ങില്ല, വെക്കില്ല, അങ്ങനെ
ഈ പ്രശ്നം മഹാനായിട്ടുള്ള ഹസനുൽ ബന്ന ഷഹീദ് പരിഹരിക്കുകയാണ്. എങ്ങനെ പരിഹരിച്ചതെന്നറിയോ? 9-നും വിൽക്കണ്ട, 10-നും വിൽക്കണ്ട, 9.5-ക്ക് വിറ്റോളൂ എന്ന് പറഞ്ഞിട്ട് 9.5 പൗണ്ടിൽ ആ പ്രശ്നം പരിഹരിച്ചു എന്നാണ് ആ സംഭവം. ഞാൻ പറയുന്നത് നമ്മുടെ ഇബാദത്തുകൾ ഒരു പക്ഷേ തുലാസിലാകുന്ന ഒരു സന്ദർഭം അള്ളാന്റെ റസൂൽ വിശദീകരിച്ചത് എന്താ? ഹറാമായത് ഭക്ഷിക്കുന്നതിലൂടെയാണ്. ഹറാമായത് ഭക്ഷിക്കുന്നത്. നാളെ പരലോകത്ത് ചില ആളുകളെ നമ്മുടെ കൂട്ടത്തിലെ ഗൃഹനാഥന്മാർ ആ കൂട്ടത്തിൽ ഉൾപ്പെടാതിരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, പരലോകത്ത് ചില ഗൃഹനാഥന്മാർ ഇങ്ങനെ വരും. അവരൊക്കെ കുടുംബത്തിന്റെ വലിയ കാവൽക്കാരും കുടുംബത്തിനു വേണ്ടി ത്യാഗം ചെയ്ത ആളുകളൊക്കെ ആയിരുന്നു. അവരങ്ങനെ വരുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ കുറിച്ച് പറയൂത്രേ, ഈ മനുഷ്യന്റെ നന്മ മുഴുവൻ ആര് തിന്നു തീർത്തു? അവന്റെ കുടുംബം ഈ മനുഷ്യന്റെ നന്മ മൊത്തം തിന്നു തീർത്തു എന്ന് പറയൂത്രേ. ഈ മനുഷ്യന്റെ നന്മ മൊത്തം അവന്റെ കുടുംബം തിന്നു തീർത്തു. എന്താ കാരണം? അയൽവാസി കാറ് വാങ്ങിക്കഴിഞ്ഞാൽ ഈ റൂമിലിരുന്ന് ഇവിടെ കിടന്നുറങ്ങുന്ന എനിക്ക് ഉറക്കമില്ല. അയൽവാസി ഫ്രിഡ്ജ് വാങ്ങി, എൻ്റെ ഒരു സഹോദരി അവിടെ വീട്ടിലൊരു ഉപകരണം വാങ്ങിക്കഴിഞ്ഞാൽ എനിക്കത് തന്നെ കിട്ടണം, ആഗ്രഹമാണ്. ചിലപ്പോൾ ഈ മനുഷ്യന്റെ കയ്യിൽ വരുമാനം ഉണ്ടാകില്ല, ഭർത്താവിൻ്റെ കയ്യിൽ വരുമാനം ഉണ്ടാകില്ല. സാധാരണ ഈ സാമ്പത്തിക വ്യവസ്ഥയിൽ ഇങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ പറയുന്നൊരു കാര്യം, നമ്മൾ വാങ്ങുന്ന മത്സ്യം നമ്മളുടെ ചട്ടിയിൽ വേവിക്കാൻ കഴിയുന്നതായിരിക്കണം. പറഞ്ഞു മനസ്സിലായോ? നമ്മൾ വാങ്ങുന്ന മത്സ്യം നമ്മളുടെ ചട്ടിയിൽ വേവിക്കാൻ കഴിയുന്നതായിരിക്കണം. എന്താണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം? നമ്മുടെ കുടുംബത്തിന്റെ സാഹചര്യത്തിനനുസരിച്ചുകൊണ്ട് ജീവിച്ചാൽ മതി. നിങ്ങൾ നാട്ടുകാരനെ കണ്ട് ജീവിക്കണ്ട. ചില കുടുംബനാഥന്മാരുടെ നന്മകൾ മുഴുവൻ കുടുംബം തിന്നു തീർത്തിരിക്കുന്നു എന്ന് പറയും. എന്താ കാരണം? അമിതമായ ആർത്തി. ഭർത്താവിനെ കൊണ്ട് ഭർത്താവിനെ ഇങ്ങനെ ചൊറിഞ്ഞ് പ്രയാസപ്പെടുത്തി ഇല്ലതൊക്കെ വേണം എന്ന് പറഞ്ഞ്, നിങ്ങളങ്ങനെ ചെയ്യുന്നല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറയുന്നത് അങ്ങനെ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ്. നമ്മളൊന്നും അങ്ങനെ ചെയ്യില്ല. നമ്മളങ്ങനെ ചെയ്യാത്തതിൻ്റെ കാരണം അതിനാണ് ഇങ്ങനെയുള്ള മജ്‌ലിസുകളുടെ ഒക്കെ ദൗത്യം എന്ന് പറയുന്നത്. അതാണ്. അങ്ങനെയൊന്നും നമ്മുടെ കുടുംബത്തിൽ സംഭവിക്കാൻ പാടില്ല. ഇതിപ്പോൾ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ കുടുംബത്തിൽ നടക്കുന്നുണ്ട്. നമ്മളങ്ങാണെങ്കിൽ നിസ്കരിക്കുന്നുണ്ട്, നോമ്പെടുക്കുന്നുണ്ട്, ഈ സദസ്സിലൊക്കെ വന്നിരിക്കുന്നുണ്ട്. ഇന്നിട്ടിപ്പോൾ എന്തൊക്കെ പ്രയോജനം എന്ന് നമ്മൾ ചിന്തിക്കുക. നമ്മളങ്ങനെ ആത്മപരിശോധന നടത്തുക. അതുകൊണ്ട് സാമ്പത്തിക ഇടപാടുകളിൽ എന്ത് ചെയ്യുക? നമ്മുടെ കുടുംബത്തിൻ്റെ ഒരു സാഹചര്യം, പ്രത്യേകിച്ച് നമ്മളിങ്ങനെ പറയും ഈ റമളാൻ ബജറ്റ് എന്നൊക്കെ പറയുമല്ലോ. ഈ റമളാൻ ഒരൊറ്റ ഉദാഹരണം പറയാം. റമളാൻ ബജറ്റ് ഞാൻ ചോദിക്കട്ടെ, റമളാനിൽ നമ്മുടെ ചിലവ് കൂടുകയാണോ ചെയ്യുന്നത്, കുറയുകയാണോ ചെയ്യുന്നത്? റമളാനിൽ നമ്മുടെ കുടുംബത്തിൻ്റെ ചിലവ് കൂടുകയാണോ ചെയ്യുന്നത്, കുറയുകയാണോ ചെയ്യുന്നത്? കൂടുകയല്ലേ ചെയ്യുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ വായിക്കും ശരീരത്തിനും മനസ്സിനും വയറിനും ഒക്കെ നിങ്ങൾക്ക് വിശ്രമമായിക്കൊള്ളട്ടെ എന്ന് പറഞ്ഞിട്ട് 1 മാസം അങ്ങോട്ട് നമുക്ക് തന്നിരിക്കണം. പക്ഷെ നമ്മുടെ ചെലവ് ചുരുങ്ങുന്നില്ല. നമ്മുടെ റമളാൻ ബജറ്റ് താളം തെറ്റുകയാണ്. എന്താണ് അതിൻ്റെ കാരണം? അല്ല, നമ്മുടെ മക്കൾക്ക് നല്ല ആഹാരം കൊടുക്കണ്ട എന്നൊന്നും അഭിപ്രായമില്ലേ? ഇത് കേട്ടിട്ട് പണ്ടൊരു മൗലിയാരനെ നോമ്പ് തുറക്കാൻ വിളിച്ചതുപോലെ ആക്കരുത്. നിങ്ങൾ കാരക്കയും വെള്ളവും കൊടുത്തിട്ട് മൂപ്പരനെ പറഞ്ഞയച്ച് നിങ്ങളല്ലേ കഴിഞ്ഞ ദിവസം പ്രസംഗിച്ച് എന്ന് പറഞ്ഞ് ആ സംഭവം അറിയില്ലേ? അങ്ങനെ ലളിതമാക്കാനല്ല ഞാൻ പറയുന്നത്. നമ്മുടെ മക്കൾ നോമ്പെടുക്കും, നല്ല ആഹാരം കഴിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നല്ല ആഹാരം കഴിച്ചിട്ടുണ്ട്, നല്ല വസ്ത്രം ധരിച്ചിട്ടുണ്ട്. ഈ അഷ്റത്തുൽ മുബശ്ശിരീൻ 10 സ്വഹാബികളിൽ 6 ആളുകൾ അതിസമ്പന്നരായിരുന്നു. സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 ആളുകളിൽ 6 പേര് അതിസമ്പന്നരാണ്. ഓരോരുത്തരുടെയൊക്കെ അവരുടെ സ്വത്ത് വിവരങ്ങളൊക്കെ നമ്മൾ കേട്ട് തന്നെ അത്ഭുതപ്പെടും. ഇവരെയൊക്കെ ഉദ്ധരിച്ചിട്ടാണ് നമ്മുടെ വലിയ പണ്ഡിതന്മാര് കണ്ണീർ പുഴകൾ ഒഴുക്കുന്നത്. ഈ ദാരിദ്ര്യത്തിന്റെ കഥകൾ പറഞ്ഞിട്ട് കണ്ണീർ പുഴകൾ ഒഴുക്കുന്ന വാദ പരിപാടികളൊക്കെ നമ്മൾ കേൾക്കാറില്ലേ? ഈ ആളുകളൊക്കെ അതിസമ്പന്നന്മാരായിരുന്നു. ഞാൻ പറയുന്നത് ആ ഒരു വശമല്ല. ഞാൻ പറയുന്നത് നമ്മുടെ കുടുംബത്തിൽ ഒരു സർക്കിൾ ഉണ്ട്, നമ്മുടെ ഒരു ഫ്രെയിം ഉണ്ട്. ഓരോ കുടുംബത്തിനും ഒരു ഫ്രെയിമുണ്ട്. ആ ഫ്രെയിമിൻ്റെ ഉള്ളിൽ നമ്മൾ ജീവിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ആ ഫ്രെയിമിൻ്റെ ഉള്ളിൽ നമ്മുടെ സാമ്പത്തിക കാര്യങ്ങളായാലും നമ്മുടെ ആഗ്രഹങ്ങൾ വലുതാണ്. ഈ സാധാരണ ഇങ്ങനെ പറയുമല്ലോ, ഹ്യൂമൻ വാണ്ട്സ് ആർ അൺലിമിറ്റഡ് ബട്ട് റിസോഴ്സസ് ആർ ലിമിറ്റഡ് എന്നിങ്ങനെ പറയാറുണ്ട്. മനുഷ്യന്റെ ആഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ അറ്റമില്ലാത്തതാണ്, പക്ഷേ ഈ ഭൂമിയിലുള്ള വിഭവങ്ങൾ കുറവാണ് എന്ന് പറയുന്നത് പോലെ നമ്മൾ ആ സർക്കിളിൻ്റെയും ആ ഒരു ഫ്രെയിമിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം? ജീവിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. അതിനെങ്ങനെയാണ് സാധിക്കുക എന്ന് പറഞ്ഞാൽ ഖുർആൻ നമ്മുടെ ജീവിതത്തിൽ എന്തുണ്ടാകണം? സ്വാധീനം ചെലുത്താൻ വേണ്ടി കഴിയണം എന്നതാണ്. എല്ലാ ദിവസവും 10 ആയത്തെങ്കിലും, ഈ റമദാൻ മാസത്തെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, 10 ആയത്തുകൾ
പാരായണം ചെയ്തിട്ട് നിങ്ങൾ കിടക്കണം എന്നതാണ്. ഒരു ഹദീസ് ഞാൻ കഴിഞ്ഞ ദിവസം ഈ ക്ലാസ് ഇങ്ങനെ റെഫർ ചെയ്യുന്ന സമയത്ത് ഒരു ഹദീസ് കണ്ടതാണ്. നമ്മൾ സാധാരണ ഏതൊക്കെ പാരായണം ചെയ്തിട്ട് ഉറങ്ങാറുള്ളത്? ഈ ഖുർആനിൽ ശ്രേഷ്ഠാങ്കമാക്കപ്പെട്ട ആയത്തുകൾ ഏതൊക്കെ ഒന്ന് പറഞ്ഞേ. ഉറക്കം വരുന്നുണ്ടോ? ഞാനിപ്പോൾ അവസാനിപ്പിക്കുവേ. ആയത്തുൽ കുർസി. എന്താ അതിൻ്റെ പ്രത്യേകത? എന്താ അല്ലേ? എല്ലാ നമസ്കാരത്തിന് ശേഷവും എന്തായിരിക്കും പ്രത്യേകത? എന്താണ് പറഞ്ഞോളേ. മഹത്തായ ആയത്താണ്. അതുപോലെ തന്നെ മരിച്ചു കഴിഞ്ഞാൽ എന്താണ്, അല്ല സ്വർഗത്തിൽ പോകാൻ മരണം മാത്രമാണ് തടസ്സം എന്നൊക്കെ നമ്മൾ പറഞ്ഞ ആയത്തുൽ കുർസി എല്ലാ ദിവസവും ഓതാറുണ്ട് അല്ലേ നമ്മൾ പാരായണം. പിന്നെ ഏതാ? നാസ്, ഇഖ്ലാസ്, ഫലക്ക് തുടങ്ങിയിട്ടുള്ള ആയത്തുകൾ. ഇഖ്ലാസ്, നാസും ഫലക്കും ഒരുമിച്ച് ഓതൽ സുന്നത്താണ്. ഹദീസിൽ നമുക്ക് കാണാം നാസും ഫലക്കും ഒരുമിച്ച് ഓതൽ സുന്നത്താണ്. ഇഖ്ലാസും നാസും ഫലക്കും ഒരുമിച്ച് ഓതൽ എന്താണ്? സുന്നത്താണ്. ഇതൊക്കെ ഹദീസുകളിലുള്ളതാണ്. പിന്നെ ഞങ്ങൾ പറഞ്ഞു തന്നിട്ടില്ല. ഏതൊക്കെ പറഞ്ഞത്? ആയത്തുൽ കുർസി പറഞ്ഞു, സൂറത്തുൽ ഫാത്തിഹ. ഏത് സമയത്തും ഒരാൾക്ക് ഓതാൻ പറ്റിയ ഒരു ആയത്താണ് ഇത്, അല്ല സൂറത്താണ് ഇത്, സൂറത്തുൽ ഫാത്തിഹ. അങ്ങനെ 2 സൂറത്തുകൾ കൂടി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മുൽക്ക് രാത്രി ഉറങ്ങുമ്പോൾ, രാത്രി ഉറങ്ങുമ്പോൾ മുൽക്ക് തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്കു എന്ന് തുടങ്ങുന്ന ആ 30 സൂക്തങ്ങളുള്ള സൂറത്ത് ഓതിക്കടന്നു കഴിഞ്ഞാൽ എന്താണ് നേട്ടങ്ങൾ? നരകശിക്ഷയിൽ നിന്ന് കാക്കും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പിന്നെ വേറെ ഏതാ സൂറത്ത് പൊതുവായിട്ട് എല്ലാ സമയത്തും പാരായണം ചെയ്യാം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സൂറത്ത് ഏതൊക്കെയാണ്? ഒന്ന് സൂറത്തുൽ ഫാത്തിഹ പറഞ്ഞു, നമ്മുടെ റംലത്താത്ത സൂറത്തുൽ ഫാത്തിഹ പറഞ്ഞു. പിന്നെ ഏതാ? സൂറത്തുൽ ബഖറ, സൂറത്തു ആലിമ്രാൻ. ഞാനിത് എന്തിനാ പറയുന്നതെന്ന് അറിയോ? എന്തിനാ പറയുന്നത്? ഇതൊക്കെ പാരായണം ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. സൂറത്തുൽ ബഖറ പാരായണം ചെയ്യുക. സൂറത്തുൽ ബഖറയുടെ പ്രത്യേകത എന്താ? ഈ ഷെയ്ത്താൻ ഷെയ്ത്താൻ്റെ ഏറ്റവും വലിയ ദൗത്യം എന്താണെന്നറിയോ? നമ്മളിപ്പോൾ ഈ ഷിർക്കിലേക്ക് ആളുകളെ തള്ളിവിടുക, അതൊക്കെ ഓക്കെ. ഈ ഷെയ്ത്താൻ്റെ ഏറ്റവും വലിയ ദൗത്യം എന്താണെന്നറിയോ? എന്തായിരിക്കും ഷെയ്ത്താൻ്റെ ഏറ്റവും വലിയ ദൗത്യം? കുടുംബത്തിൻ്റെ ഉള്ളിൽ നുഴഞ്ഞു കയറുക എന്നുള്ളതാണ്. ഷെയ്ത്താൻ്റെ വീട്ടിൻ്റെ ഉള്ളിൽ കയറുക എന്നുള്ളതാണ് ഷെയ്ത്താൻ്റെ ഏറ്റവും വലിയ ദൗത്യം. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതെന്താ? വീട്ടിൽ എന്തോതണം? സൂറത്തുൽ ബഖറ പാരായണം ചെയ്യണം. ആര് വരില്ല? ഷെയ്ത്താൻ വരില്ല. ഷെയ്ത്താൻ വരുന്നത് കൊണ്ടാണ് ഈ വീട്ടിൽ ഇങ്ങനെയുള്ള, നമ്മൾ പറഞ്ഞില്ലേ, വെഞ്ഞാറുമൂടും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വീടുകളിൽ നടക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഖുർആൻ നമ്മുടെ വീട്ടിൽ വെളിച്ചമായില്ലെങ്കിൽ വേറെ ലോകത്തൊന്നിനും നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയില്ല. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. സമാധാനം കിട്ടണമെങ്കിലും ദിക്റുള്ളയാണ്. സമാധാനം കിട്ടണമെങ്കിൽ, വീട്ടിൽ സമാധാനം ഉണ്ടാകണമെങ്കിൽ, വീട്ടിൽ ബർക്കത്ത് വരണമെങ്കിൽ ഖുർആൻ വീട്ടിൽ വലിയ സ്റ്റീരിയോയിൽ വലിയ പാട്ട് വെച്ച് രാവിലെയും എപ്പം നോക്കിയാലും ആ വീട്ടിൽ പാട്ടാണ്. ഷെയ്ത്താൻ്റെ സംഗീതം ഹറാമാണോ ഹലാലാണോ എന്നുള്ള ചർച്ചയ്ക്ക് നമുക്ക് മാറ്റി വയ്ക്കണം. പറയുന്നത് വീട് അലങ്കരിക്കപ്പെടേണ്ടത് വിശുദ്ധ ഖുർആന് കേട്ടുകൊണ്ടായിരിക്കണം. ഖുർആൻ ഇങ്ങനെ നമ്മൾ വീട്ടിൽ, അതേ അവസരത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഫൈദാ ഖുരിയൽ ഖുർആനു ഫസ്തമിഉ ലഹു വഅൻസിതു. ഖുർആൻ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? അത് കേൾക്കും വേണം. ചില ആളുകളുടെ ഒരു തെറ്റിദ്ധാരണയുണ്ട്. എന്താ? വീട്ടിലങ്ങനെ വലിയ ഒച്ചത്തിൽ ഖുർആൻ വെച്ചിട്ട് അവരുടെ പണിയെ നോക്കിയിട്ട് നടക്കുന്നുണ്ടാവും. വീട്ടിലെന്തോ മലക്കുകൾ വന്ന് കേട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണെന്നാണ് തോന്നുന്നത്. വീട്ടിൽ ഇങ്ങനെ ഖുർആൻ അങ്ങനെ വെക്കാനും പാടില്ല. അത് നിരുത്സാഹപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. വീട്ടിൽ ഖുർആൻ ഇങ്ങനെ വെക്കുക, വീട്ടിൽ വെറുതെ ഖുർആൻ വെക്കുക, ഒരു കാര്യമില്ല. ഖുർആൻ ആണെങ്കിൽ കേൾക്കൂല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഫൈദാ ഖുരിയൽ ഖുർആനു ഫസ്തമിഉ ലഹു വഅൻസിതു. ഒന്ന് പറയുന്നത് നിങ്ങൾ കേൾക്കണം, സൂക്ഷ്മമായിട്ട് അതിനെ ശ്രദ്ധിക്കണം. വഅൻസിതു, വായി തുറക്കരുത് എന്ന് പറഞ്ഞാൽ സംസാരിക്കരുത്, മൗനിയായിരിക്കണം നിങ്ങൾ ഖുർആൻ ഇങ്ങനെ പാരായണം ചെയ്യുമ്പോൾ. ഇത് സത്യവിശ്വാസികൾ ഖുർആൻ പാരായണം ചെയ്തു കഴിഞ്ഞാൽ മലക്കുകൾ കേൾക്കും അത്ര. ശ്രദ്ധിച്ചു? ഇത് ഹദീസ് കേട്ടിട്ടുണ്ടോ? സത്യവിശ്വാസികൾ എന്ന് പറഞ്ഞാൽ ആരാ? പറയും, ഞാനും നിങ്ങളൊക്കെയാണെന്ന് പറയും. സത്യവിശ്വാസികൾ ഖുർആൻ പാരായണം ചെയ്തു കഴിഞ്ഞാൽ മലക്കുകൾ അത് കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ പാരായണം ചെയ്യുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല കേട്ടിരുന്നു എന്നതാണ്. അള്ളാഹുവിനെ നമ്മൾ പറയുന്നതും പറയാൻ ഉദ്ദേശിക്കുന്നതും മനസ്സിലുള്ളതൊക്കെ അള്ളാഹ് അറിയും.
പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പ്രത്യേകം ശ്രദ്ധിക്കും. കാരണം എന്താ? ഖുർആൻ കേൾക്കുന്നതിൻ്റെ പ്രാധാന്യം. ഈ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അറിയുന്നത് പോലെ ആർക്കെങ്കിലും ഖുർആൻ അറിയും? പക്ഷേ ഈ അബൂ മൂസ അശ്ശരി റളിയല്ലാഹു അൻഹുവിനെ വിളിക്കണം. എന്നിട്ട് അബൂ മൂസ അശ്ശരി റളിയല്ലാഹു അൻഹുവിനോട് പറയണം, ഇന്ന സൂറത്ത് നീ ഓത്, പാരായണം ചെയ്യും. അപ്പൊ അദ്ദേഹം തിരിച്ചു ചോദിക്കുന്നത് എന്താ? റസൂലേ, താങ്കൾക്കല്ലേ ഖുർആൻ ഇറങ്ങിയത്, താങ്കൾക്ക് ഞാൻ ഖുർആൻ ഓതി തരുക. എന്തിനാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്വഹാബിയെ വിളിച്ചുകൊണ്ട് അങ്ങനെ ഖുർആൻ പാരായണം ചെയ്യണം എന്ന് പറയുന്നത്? ഖുർആൻ കേൾക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഖുർആൻ കേൾക്കുക. ഒരു താഴ്വരയിൽ, ജിന്നുകളുടെ ഒരു താഴ്വരയിൽ പോയിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ പാരായണം ചെയ്തപ്പോൾ ജിന്നുകൾ മുഴുവൻ അത് കേട്ടിരുന്നു എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഖുർആൻ കേൾക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. ഖുർആൻ വായിക്കും, പഠിക്കും, പക്ഷെ ഖുർആൻ കേൾക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? കൂടുതൽ സമയത്തെ ചെലവഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ആ കൂട്ടത്തിൽ തന്നെ നമ്മൾ ഇപ്പം ശ്രേഷ്ഠമാക്കപ്പെട്ട ആയത്തുകളെ കുറിച്ചാണ് പറഞ്ഞത്. ആ കൂട്ടത്തിൽ തന്നെ ഞാൻ പറയാൻ വിട്ടൊരു കാര്യം എന്ന് പറഞ്ഞത്, ഒരു സൂറത്ത് ഏതെങ്കിലും ഒരു 10 ആയത്ത് ഓതിയിട്ടെങ്കിലും നിങ്ങൾ രാത്രി ഉറങ്ങണം എന്നുള്ളത്. ഏതെങ്കിലും ആ ഹദീസാണ് ഞാൻ കണ്ടു എന്ന് പറഞ്ഞത്. നിങ്ങൾ ബക്കറ പറഞ്ഞു, ആലിമ്രാൻ പറഞ്ഞു, ആമന റസൂൽ പറഞ്ഞു, ആയത്തുൽ കുർസി പറഞ്ഞു, സൂറത്തുൽ ഇഖ്ലാസ് പറഞ്ഞു, 3-1 ഖുർആന്റെ, സൂറത്തുൽ കാഫിറൂൻ പറഞ്ഞു, 4-1 ഖുർആന്റെ, റുബുഉൽ ഖുർആൻ എന്നാണ് സൂറത്തുൽ കാഫിറൂനെ പറയുന്നത്. ഒരാൾ ഷിർക്കിൽ നിന്ന് രക്ഷപ്പെടണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഹദീസിൽ കാണാം, ഒരാൾ ഷിർക്കിൽ നിന്ന് രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ അയാൾ സൂറത്തുൽ കാഫിറൂൻ പാരായണം ചെയ്യട്ടെ എന്ന് പഠിപ്പിച്ചു. അതുപോലെ തന്നെ ഇങ്ങനെ കുറേ ആയത്തുകൾ, സൂറത്തുൽ സുഹ്റുഫ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പാരായണം ചെയ്യാതെ ഉറങ്ങിയിരുന്നില്ല. രാത്രി സൂറത്തുൽ സുഹ്റുഫ്, സൂറത്തുൽ മുൽക്ക് രാത്രി പാരായണം ചെയ്തിട്ട് ലാ യനാമു എന്ന് പറഞ്ഞാണ് ഹദീസുള്ളത്. പ്രവാചകൻ ഉറങ്ങാറുണ്ടായിരുന്നില്ല. എന്താണ് ഇത്? പാരായണം ചെയ്തിട്ടേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉറങ്ങാറുണ്ടായിരുന്നുള്ളൂ എന്നതാണ്. അപ്പൊ ഖുർആൻ എന്തെങ്കിലും ഖുർആനിൽ നിന്നും ഓതാതെ, അതിൽ നിന്ന് വായിക്കാതെ ഒരു നിമിഷമെങ്കിലും നമ്മിൽ നിന്ന് കടന്നു പോകാൻ പാടില്ല. നമ്മൾ ഓതുന്നുണ്ടാകും, നമ്മുടെ മക്കൾ അവിടെ ഇരുന്ന് കളിക്കുന്നുണ്ടാകും, അതിന് നിങ്ങൾ സമ്മതിക്കാൻ പാടില്ല. മക്കളെ കൂടിയിരുത്തിയിട്ട്, പണ്ട് മോന്തിയാകുന്ന സമയത്ത് എന്ന് പറയില്ലേ, മോന്തിയാകുന്ന സമയത്ത് നമ്മുടെ വലിയ ഉമ്മമാര് കുട്ടികളെങ്ങനെ ചുറ്റോട് ഇരുത്തിയിട്ട് എത്ര വലിയ നഷ്ടങ്ങളാണ് എന്ന് നമ്മളിപ്പോൾ ആലോചിക്കാൻ നമുക്ക് മനസ്സിലാവില്ലേ? അന്ന് അതിൻ്റെ ബർക്കത്തുകളൊക്കെ എന്തൊക്കെയായിരുന്നു നമ്മൾ അറിയാതെ തന്നെ. നമ്മളൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ നമ്മൾ എത്ര സമാധാനത്തിലാണ് അന്നൊക്കെ ജീവിച്ചിരുന്നത്? കാരണം വീട്ടിലുണ്ടാകുന്ന സമാധാനമാണ്. മക്കളെ ഇങ്ങനെ ചുറ്റും ഇരുത്തിയിട്ട് അവരെ കൊണ്ട് ദിക്ർ ചെലുപ്പിക്കും, അവരെ കൊണ്ട് ഖുർആൻ ഓതാൻ പറയും. ആ ഉമ്മമാരുടെ ഒരു സ്വാധീനം ഇന്ന് നമ്മുടെ കുടുംബങ്ങളിലൊക്കെ ഉണ്ടോ എന്ന് ചിന്തിക്കുക. ആ ഉമ്മമാര്, എനിക്ക് മക്കളും പേരക്കുട്ടികളൊക്കെ ആയിട്ടുണ്ടാവും, ആ സ്വാധീനം പണ്ട് എൻ്റെ വല്യമ്മ എന്നെ കൂടെ ഇരുത്തി ഖുർആൻ ഓതിപ്പിച്ചതും ദിക്ർ ചൊല്ലിപ്പിച്ചതും പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞ ആ ഒരു സ്വാധീനവും ആ ഒരു പവറും ഈ സമയത്ത് നമ്മൾ ആമുഖത്തിൽ പറഞ്ഞല്ലോ, തലമുറകൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞല്ലോ. തലമുറകൾ മാറുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ആധികാരികമായിട്ട് ചിന്തിക്കേണ്ട കാര്യങ്ങളൊക്കെ ഇതൊക്കെ തന്നെയാണ് എന്ന് ചിന്തിക്കുക. ആ കൂട്ടത്തിൽ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു ഖുർആൻ കേൾക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു. ഖുർആൻ എങ്ങനെ പാരായണം ചെയ്യണം എന്ന് പഠിപ്പിക്കണം. വൃത്തി വേണം അല്ലേ? ഖുർആൻ ഓതുന്നതിൻ്റെ കുറേ മാനദണ്ഡങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. വൃത്തി വേണം എന്ന് പഠിപ്പിച്ചു. അതുപോലെ തന്നെ നിങ്ങൾ ഖുർആൻ പാരായണം തുടങ്ങിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ശപിക്കപ്പെട്ട പിശാചിൽ നിന്ന് അള്ളാഹുവിനോട് ശരണം തേടണം. വറത്തിലിൽ ഖുർആന തർത്തില, നിർത്തി സാവധാനം ഖുർആൻ പാരായണം ചെയ്യണം. സൗകുമാര്യത്തോടു കൂടി ഖുർആൻ ഓതണം എന്നതാണ്. ഈ പാറയിൽ ചിരട്ട ഇട്ട് വരയ്ക്കുന്ന സ്വഭാവത്തിൽ ഖുർആൻ ഇങ്ങനെ ആകെ എന്താണ് പ്രയാസമുണ്ടാക്കുന്ന സ്വഭാവത്തിൽ ഖുർആൻ ഓതരുത് എന്നാണ് സയ്യിനുൽ ഖുർആൻ ബി അസ്വാതിക്കും എന്ന ഹദീസിലുണ്ട്. നിങ്ങളുടെ ശബ്ദം കൊണ്ട് ഖുർആൻ എന്ത് ചെയ്യുക? നിങ്ങൾ അലങ്കരിക്കുക. ശബ്ദം കൊണ്ട് അലങ്കരിക്കുക എന്ന് പറഞ്ഞാൽ സുദൈസിയെ പോലെ എനിക്ക് ഖുർആൻ ഓതണം എന്ന് ആഗ്രഹിച്ച് ചിലപ്പോൾ നടക്കില്ല. ഖുർആൻ ഓതുമ്പോൾ ഭക്തി ഉണ്ടാകുക മനസ്സിൽ. ഖുർആനാണ് എന്ന ബോധത്തോടു കൂടി നിങ്ങളത് പാരായണം ചെയ്യുമ്പോൾ എന്താണ് അതിൻ്റെ ഒരു എന്താണ് ഒരു അനുരണനം എന്ന സ്വഭാവത്തിൽ നമ്മുടെ ഓത്തും എന്താകും? മനോഹരമാകും എന്നതാണ്. നമ്മുടെ ചിന്തയും ശ്രദ്ധയും നമ്മുടെ മനസ്സിലൊന്നും ഖുർആനില്ലാത്തത് കൊണ്ടാണ് നമ്മുടെ ഖുർആൻ പാരായണം എന്താകാത്തത്? മനോഹരമാകാത്തത്. വറത്തിലിൽ ഖുർആന തർത്തീല, നിർത്തി സാവധാനത്തിലാണ് ഖുർആൻ ഓതേണ്ടത്. ഖുർആൻ പഠിക്കുന്ന സമയത്ത് പിന്നെ ശ്രദ്ധിക്കേണ്ടത്, ഞാൻ പറഞ്ഞു, അതിൻ്റെ അമല് ജീവിതത്തിൽ ഉണ്ടാകണം. 10 വർഷം എടുത്തിട്ടാണ് ഉമർ റളിയല്ലാഹു അൻഹു സൂറത്തുൽ ബഖറ പഠിക്കുന്നത്.
ഉമർ റളിയല്ലാഹു അൻഹു സൂറത്തുൽ ബഖറ പഠിക്കുന്നത് 10 വർഷം എടുത്തിട്ടാണ് എന്ന് നമുക്ക് കാണാം. എങ്ങനെ ഈ 10 വർഷം എടുത്തിട്ട് സൂറത്തുൽ ബഖറ പഠിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ജീവിക്കുകയാണ് ആ ഖുർആൻ കൊണ്ട്, സൂറത്തുൽ ബഖറ കൊണ്ട് ജീവിക്കുകയായിരുന്നു. പിന്നെ ഖുർആൻ കേവലമായിട്ട് പാരായണം ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം. നമ്മൾ കേവലമായിട്ട് പാരായണം ചെയ്യണം, ഖുർആൻ പഠിക്കണം, അതിൻ്റെ ആഴങ്ങളിലേക്കൊക്കെ പോകണം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇമാം അബൂ ഹനീഫ 7000 തവണ അദ്ദേഹത്തിൻ്റെ ആയുസ്സിൽ ഖുർആൻ ഓതി തീർത്തിട്ടുണ്ട് എന്നതാണ്. വലിയ വലിയ പണ്ഡിതന്മാരൊക്കെ വിശുദ്ധ റമളാനിൽ 60 തവണയൊക്കെ ഖുർആൻ ഓതി തീർത്ത ആളുകളുണ്ട്. ചിന്തിക്കാൻ പറ്റും. റമളാൻ മാസത്തിൽ 60 തവണ ഖുർആൻ ഖത്തം തീർത്ത ഉലമാക്കൾ കടന്നുപോയിട്ടുണ്ട്. ഇതെങ്ങനെയാ സാധിക്കുക എന്ന് ചോദിച്ചിട്ടുണ്ടാവും. എങ്ങനെയായിരിക്കും അത് സാധിക്കുക? നടക്കുമോ? റമളാനിൽ ഇപ്പോൾ ഒരു ദിവസം എത്ര പേജ് ഓതി കഴിഞ്ഞാലാണ് നമുക്ക് ഒരു മാസം കൊണ്ട് ഒരു തവണ ഖുർആൻ ഓതാൻ കഴിയുക? ഒരു ദിവസം എത്ര പേജ് ഓതണം? 20 പേജ് അല്ലേ? 20 പേജ് ഒരു ദിവസം നമ്മൾ ഓതിയിരിക്കണം. ഒരു തവണയെങ്കിലും പാരായണം ചെയ്താൽ മാത്രമേ ഒരു മാസം നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ? വിശുദ്ധ ഖുർആൻ ഒരു തവണയെങ്കിലും നമുക്ക് പാരായണം ചെയ്ത് പൂർത്തിയാക്കാൻ കഴിയുകയുള്ളൂ. ഇങ്ങനെ ഇരിക്കെ ആയുസ്സിൽ 7000 തവണ, റമളാനിൽ 60 തവണയൊക്കെ ഖുർആൻ പാരായണം ചെയ്ത ആളുകൾ എന്തുകൊണ്ടായിരിക്കും അവർക്ക് അങ്ങനെ സാധിച്ചിട്ടുണ്ടാകുക? എന്തുകൊണ്ടായിരിക്കാം? ഞാൻ അവസാനിപ്പിക്കാം. എന്തുകൊണ്ടായിരിക്കാം അവർക്ക് സാധിച്ചിട്ടുണ്ടാകുക? എന്താണ്? ബർക്കത്ത് എല്ലാ രംഗത്തും ഉണ്ട്. ആ ബർക്കത്ത് അവരുടെ ആയുസ്സിലും സമയത്തിലും ബർക്കത്തുണ്ടായിരുന്നു എന്നതാണ്. നമ്മുടെയൊക്കെ ആയുസ്സിൽ ബർക്കത്തുണ്ടോ, നമ്മുടെയൊക്കെ സമയത്തിൽ ബർക്കത്തുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതാണ്. അപ്പം അന്ത്യനാൾ വരുമ്പോൾ സമയം ഇങ്ങനെ പോലെ, അതൊക്കെ നമ്മൾ ആ ഹദീസുകളൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. എന്നാൽ പോലും സമയത്തിൻ്റെ കാര്യത്തിൽ ബർക്കത്ത് നഷ്ടപ്പെട്ടവൻ വലിയ പരാജയപ്പെട്ടവനാണ് എന്നതാണ്. അവർക്കത് ഓതാൻ കഴിഞ്ഞതിൻ്റെ കാരണം 2 അർത്ഥത്തിലാണ് ബർക്കത്ത് ആയുസ്സിൽ ഉണ്ടാകുക എന്ന് പറയാറുണ്ട്. അതിലൊന്ന്, അല്ലാഹു സുബ്ഹാനഹു വ തആല ദീർഘായുസ് കൊടുക്കും ചില ആളുകൾക്ക്. ചില ആളുകൾക്ക് അല്ലാഹു ദീർഘായുസ് കൊടുക്കും. നമ്മളൊക്കെ ജനിക്കുന്നതിൻ്റെ 50,000 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഖളാ ഖദർ എഴുതി വെച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഹദീസിൽ നമുക്ക് കാണാം, നമ്മൾ ജനിക്കുന്നതിൻ്റെ ഈ പ്രപഞ്ചം ഉണ്ടാകുന്നതിൻ്റെ 50,000 വർഷങ്ങൾക്ക് മുമ്പ് അല്ലാഹു എന്ത് ചെയ്തു? ലോകത്ത് ആദ്യം സൃഷ്ടിക്കപ്പെട്ട വസ്തു ഏതാണെന്നറിയോ? ലോകത്ത് ആദ്യം സൃഷ്ടിക്കപ്പെട്ട എന്താ? ലോകത്തെല്ലാം സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പ് ഹദീസിലുള്ളതാണ്, ആദ്യം സൃഷ്ടിക്കപ്പെട്ടത് എന്താ? പേനയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പേനയെ, നമ്മുടെയൊക്കെ മനസ്സിലൊന്നും അത് വന്നിട്ടേ ഉണ്ടാവില്ല അല്ലേ? പേനയെ ആദ്യം ഉണ്ടാക്കി. എന്നിട്ട് ആ പേനയോട് പറഞ്ഞു, ഉക്തുബ്, നീ എഴുതു എന്ന് പറഞ്ഞു. നീ എഴുതു എന്ന് പറഞ്ഞപ്പോൾ പേന തിരിച്ച് അള്ളാഹുവിനോട് ചോദിച്ചു എന്നതാണ് ഹദീസിൽ കാണാം. അള്ളാഹുവേ, ഞാൻ എന്താണ് എഴുതേണ്ടത്? അള്ളാഹുവേ, ഞാൻ എന്താണ് എഴുതേണ്ടത്? പേന സംസാരിക്കുമെന്നൊന്നും ചോദിക്കരുത്. അള്ളാഹുവിന് ജീവനുള്ളതിനോടും നമ്മൾ ജീവനുള്ള വസ്തുക്കളോട് സംസാരിച്ചാൽ മാത്രമേ അത് നമ്മളോട് പ്രതികരിക്കുകയുള്ളൂ. നമ്മളൊരു കല്ലിനോട് സംസാരിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും അത് പ്രതികരിക്കുമോ? ഇല്ല. പക്ഷെ അള്ളാഹു സംസാരിച്ചു കഴിഞ്ഞാൽ അത് പ്രതികരിക്കും. അതുകൊണ്ടാണ് ഇബ്രാഹിം നബിയോട് പറഞ്ഞത്, തീയിലേക്ക് ഇങ്ങനെ ഇടുമ്പോൾ തീയോടാണ് സംസാരിക്കുന്നത്. യാ നാറു കൂനി ബർദം വസ്സലാമൻ അലാ ഇബ്രാഹിം. തീയോട് അള്ളാഹ് സംസാരിച്ച തീ അതനുസരിക്കും. അതുകൊണ്ടാണല്ലോ തീയിലേക്ക് ഇടുമ്പോൾ യാ നാറു എന്നല്ല പറയുന്നത്, അല്ലയോ തീയെ നീ തണുപ്പാകുക എന്നാണ് പറയുന്നത്. അപ്പൊ ജീവനുള്ള വസ്തുക്കളോട് മാത്രമേ നമുക്ക് സംസാരിക്കാൻ കഴിയുള്ളൂ. ജീവനില്ലാത്ത വസ്തുക്കളോട് നമ്മൾ സംസാരിച്ചിട്ട് കാര്യമില്ല. പക്ഷെ അള്ളാഹുവിന് ജീവനുള്ളതിനോടും ജീവനില്ലാത്തതിനോടും സംസാരിക്കാം. ഉക്തുബ് എന്ന് കലമിനോട് പറഞ്ഞു, പേനയോട് പറഞ്ഞു. അപ്പോൾ എന്താണ് ഞാൻ എഴുതേണ്ടത് റബ്ബേ എന്ന് തിരിച്ചു ചോദിച്ചത്രേ. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, എന്ത്? മനുഷ്യൻ്റെ മഖാദിറുൽ ഖലായിഖ്, മനുഷ്യന്മാരുടെ ഭാഗധേയങ്ങൾ, അവരുടെ വിധി, അവരുടെ ജീവിതം, അവരെങ്ങനെ ജീവിക്കണം, എപ്പോൾ ആക്സിഡന്റ് ഉണ്ടാകണം, എത്ര വയസ്സ് വരെ ജീവിക്കണം, ഏത് രോഗം പിടിക്കണം, ഇതൊക്കെയും എഴുതി വെക്കാൻ വേണ്ടി പേനയോട് കൽപ്പിക്കുകയും പേന അതനുസരിച്ചുകൊണ്ട് നമ്മുടെയൊക്കെ ജീവിതം എഴുതി വെച്ചിട്ടുണ്ട് എന്നതാണ്. അപ്പോൾ ഞാൻ പറയുന്നത്, ഈ എഴുതി വെച്ചപ്പെട്ട നമ്മുടെ ആയുസ്സുണ്ട്. ഈ ആയുസ്സിൽ നമുക്ക് ബർക്കത്ത് ലഭിക്കണമെങ്കിൽ അള്ളാഹുവിനോട് നമ്മൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കുക തന്നെ വേണം. അപ്പം ഞാൻ പറഞ്ഞു, ഒന്നില്ലെങ്കിൽ അള്ളാഹു എന്ത് ചെയ്യും? നമ്മുടെ ഖദറിനെ മാറ്റും. അദ്ദുആഉ യംനഉൽ ഖദർ എന്നാണ്. പ്രാർത്ഥന കൊണ്ട് മാത്രമേ ഇത് പറ്റുള്ളൂ. നമ്മുടെ ഖദറിനെ അള്ളാഹു മാറ്റും. അള്ളാഹു എനിക്ക് ദീർഘായുസ് തരണേ എന്ന് പറഞ്ഞാൽ അള്ളാഹു ആ പ്രാർത്ഥന സ്വീകരിച്ച് ചിലപ്പോൾ ഇത്ര വയസ്സിലായിരിക്കും ഒരാളെ മരിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചത്, അയാളുടെ ആയുസ് അള്ളാഹു എന്ത് ചെയ്യും? വർദ്ധിപ്പിക്കും. അള്ളാഹുവെ രോഗങ്ങളിൽ നിന്ന് കാത്തുരക്ഷിക്കണേ എന്ന് പറയുമ്പോൾ 45-ാമത്തെ വയസ്സിൽ ഒരു മാരകമായ രോഗം പിടിപെടണം എന്ന് നമ്മുടെ വിധിയിലുണ്ടെങ്കിൽ അള്ളാഹു എന്ത് ചെയ്യും?
അത് മാറ്റും. അദ്ദുആഉ യംനഉൽ ഖദർ എന്നതാണ്. പ്രാർത്ഥനയെക്കുറിച്ച് ക്ലാസ് വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആയുസ്സിൽ ബർക്കത്ത് ഉണ്ടാകാൻ വേണ്ടി ശ്രദ്ധിക്കുക. നമ്മൾ വിഷയം എന്ന് പറഞ്ഞത് സത്യവിശ്വാസി ജീവിക്കുന്ന ഖുർആൻ എന്നുള്ളതാണ്. അപ്പോൾ ചിന്തിക്കുന്ന ഇത് അവസാനിപ്പിച്ചുകൊണ്ട് പറയാനുള്ളത്, നിങ്ങൾ ഏത് മേഖലയിൽ ഇടപെടുന്നോ ആ മേഖലയിലൊക്കെ അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരമാണോ ഞാൻ ജീവിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തിയാൽ മാത്രം മതി. അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്കനുസരിച്ച് കൊണ്ടാണോ ഞാനിത് ചെയ്യുന്നത്? നോമ്പ് തുറക്കുമ്പോഴും ഉറങ്ങുമ്പോഴും ഉണരുമ്പോഴും വസ്ത്രം ധരിക്കുമ്പോഴും ചെരുപ്പ് ധരിക്കുമ്പോഴും മൊബൈൽ ഫോൺ ഉപയോഗിക്കുമ്പോഴും ഇൻസ്റ്റഗ്രാം റീല് കാണുമ്പോഴും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇടുമ്പോഴും ഒക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ്? ഞാൻ ഈ ചെയ്യുന്നത് അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക്, അള്ളാഹിൻ്റെ തൃപ്തി അനുസരിച്ച് കൊണ്ടുള്ളതാണോ എന്ന് ആത്മപരിശോധന നടത്തുക. ജീവിക്കുന്ന ഖുർആനായിട്ട് മാറാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും വന്നുപോയ ചെറുതും വലുതുമായ വീഴ്ചകൾ, കുറവുകൾ, പോരായ്മകൾ അല്ലാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. ഈ റമദാൻ മാസത്തെ ഏറ്റവും ക്രിയാത്മകമായി ഉപയോഗപ്പെടുത്തുന്ന സച്ചരിതരിൽ അല്ലാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വർഗം ലഭിക്കുന്ന, നരകത്തിൽ നിന്ന് വിടുതൽ ലഭിക്കുന്ന ഈ റമദാൻ മാസത്തിലെ സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അല്ലാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാട്ടെ. കുടുംബ പ്രശ്നങ്ങളിൽ നിന്ന് നാഥൻ നമ്മളെ കാത്തുരക്ഷിക്കുമാറാട്ടെ. നാഥൻ നമ്മുടെ മക്കളെ അനുഗ്രഹിക്കുമാറാട്ടെ. അതുപോലെ തന്നെ ഈ തെറ്റായ കൂട്ടുകെട്ടിൽ നിന്ന്, തെറ്റായ സഞ്ചാരത്തിൽ നിന്ന് നമ്മുടെ മക്കളെ അല്ലാഹു കാത്തുരക്ഷിക്കുമാറാട്ടെ. അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.